സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഈ അടുത്ത കാലത്തുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശദീകരണ യോഗങ്ങളുമൊക്കെ അറിഞ്ഞവരും കേട്ടവരുമാണ് നിങ്ങൾ പലരും. പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകളും പ്രചരിക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സംഘടനയ്ക്ക് വേണ്ടിയാണെങ്കിൽ വാസ്തവങ്ങളല്ലാത്തതും പ്രചരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഇപ്പോൾ നമുക്കിടയിലുണ്ട് എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും തന്നെ സത്യം പറയുക, സത്യത്തോടൊപ്പം നിൽക്കുക എന്നത് ആ ക്വാളിറ്റി നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഒരിക്കലും ദീനീ പ്രവർത്തന രംഗത്ത് നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, അങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2001 മടവൂർ വിഭാഗവുമായി കലഹിച്ച് നമ്മൾ പുറത്തു പോന്നപ്പോൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ കലഹിച്ചത്, ആ ഒരു ആദർശം തന്നെയാണ് ഇന്നും നമുക്കുള്ളത്. സലഫി മൻഹജിലേക്ക് നമ്മൾ വരും എന്നാണ് മടവൂരികൾ പോയപ്പോൾ നമ്മൾ വിചാരിച്ചത്. പക്ഷെ സംഘടനയും സ്ഥാപനങ്ങളുമൊക്കെ കയ്യിലായപ്പോൾ പിന്നെ സലഫി മൻഹജ് വിട്ടു, പിന്നെ പഴയതിലേക്ക് തന്നെ തിരിച്ചുപോയി. അതിന്റെ ഫലമാണ് പിന്നീടുണ്ടായ കുഴപ്പം. അത് കഴിഞ്ഞു നമ്മൾ ആ ശിർക്കാരോപണത്തെ നേരിട്ടു. കോക്കസ് പ്രവർത്തനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടി നമ്മൾ മുന്നോട്ട് വന്നു. ഇനി എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? യഥാർത്ഥ സലഫിയത്തിലേക്ക് നമ്മൾ നീങ്ങണം. ആ യഥാർത്ഥ സലഫിയത്തിലേക്ക് നീങ്ങുന്നതിന് നമുക്ക് നമ്മുടെ സംഘടനാ സെറ്റപ്പും അതുമായി നമ്മൾ പണ്ടേ തുടർന്നു വരുന്ന രീതികളും തടസ്സമാണോ എങ്കിൽ ആ രീതികൾ പുനഃപരിശോധിക്കണം. ആ സെറ്റപ്പുകൾ അഴിച്ചു പണിയണം. ഇതാണ് തർക്കത്തിന്റെ തുടക്കം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു നൂറ്റാണ്ട് പിന്നിട്ട സംഘടനയായി. പക്ഷെ 2001 മടവൂർ വിഭാഗം പുറത്തു പോയപ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമുണ്ട്. ഇതിനകത്ത് കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടായി, പക്ഷെ സെലഫികൾ ഉണ്ടായി. ഒരു വലിയ വിഭാഗം പുറത്തു പോയില്ല. പിന്നീട് എന്താ ഉണ്ടായത്? പിന്നീട് നമ്മൾ മടവൂർ വിഭാഗം പുറത്തു പോയതിന് ശേഷം പിന്നെ 10 കൊല്ലത്തോളം നമ്മൾ സലഫിയത്തിലേക്ക് നീങ്ങാനാണ് നമ്മൾ ആലോചിച്ചത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് നമ്മുടെ കൂടെ കൂടിയ പലർക്കും ഹുസൈൻ മടവൂരിന്റെയും കൂട്ടരുടെയും വ്യതിയാനങ്ങളല്ല അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ കൂടാൻ യഥാർത്ഥത്തിൽ അവർക്ക് പ്രേരണ നൽകിയത്. മറിച്ച് സംഘടനയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ചെയ്യാൻ പാടുണ്ടോ, KNM ഒരു NMT ഉണ്ടാക്കാൻ പാടുണ്ടോ, ISM സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ പാടുണ്ടോ, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചില്ല, എത്തിയും കുട്ടികളെ ഭക്ഷണം മുടക്കിയില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഘടനയിൽ ചെയ്ത തെറ്റുകളാണ് അവർ പലരും ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? അവരാരും സലഫിയത്ത് ഉൾക്കൊണ്ടില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരതാ അബ്ദുറഹ്മാൻ സലഫിന്റെ കൂടെ കുറെ എണ്ണം പോയി. അവർക്ക് സലഫിയത്തുണ്ടോ? അപ്പൊ ഈ സംഘടനാ മൻഹജിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന എന്താ? ഒരാൾക്കൂട്ടം ഇവിടെ ഉണ്ടാവും, കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാവും, സലഫിയത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് സലഫിയത്ത് ഇവിടെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പഴയ സെറ്റപ്പും രീതികളിലും നമ്മൾ സലഫിയത്ത് അപ്ലൈ ചെയ്യണം, മാറ്റം വരുത്തണം. അതിനുള്ള നീക്കങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ ഒരു തർക്കത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എഴുതിത്തരാവുന്നതാണ്. അതിന് ഞാൻ മറുപടി പറയും. വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതി ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ എഴുതി കിട്ടിയത്, ദേവാരംഗം സജീവമായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങൾ. എന്നാൽ വീണ്ടും അസ്വസ്ഥതകൾ, ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ, പൊതുവേദിയിൽ എതിരാളികൾക്ക് ആയുധമാകുന്ന പരാമർശങ്ങൾ, പരസ്പര ആരോപണങ്ങൾ അവസാനിപ്പിച്ച് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നിലവിലെ പ്രശ്നം പരിഹരിച്ചുകൂടെ? താങ്കൾ ഒരുക്കമാണ്. ഒരു കൂട്ടായ്മയും ദൈവത്തും നിലനിൽക്കേണ്ടതില്ലേ? കൂട്ടായ്മയും ദൈവത്തും നിലനിൽക്കണം, അതിൽ യാതൊരു സംശയമല്ല. ചർച്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു പ്രശ്നമല്ല. ചർച്ച ചെയ്യാൻ നമ്മൾ റെഡിയാണ്. പക്ഷേ ചർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ പറയണോ, ഇപ്പൊ ഇവർക്ക് ചർച്ച ചെയ്യാൻ നോക്കണ്ട്, വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരാളുടെ ശ്രമമാണ്,
എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വിഷയത്തിലെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ദീനിയായ വിഷയം സലഫി ഉലമാക്കളുടെ മുമ്പാകെ ചർച്ച ചെയ്യാം. സംഘടനാപരമായ വിഷയങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നതിന് എനിക്ക് യാതൊരു തടസ്സമില്ല. പിന്നെ ദഅ്വാരംഗം സജീവമായിരുന്നു എന്ന് പറഞ്ഞാൽ ദഅ്വാരംഗം എപ്പോഴും സജീവമാക്കാം, ഒരു തടസ്സം നമുക്കില്ല. ദഅ്വാരംഗം സജീവമാക്കേണ്ടവർ അതിന് ശ്രമിക്കാതെ വേറെ പല കാര്യങ്ങളിലും മശൂലായിരിക്കണം. അത് ദഅ്വ നിർത്തിവെക്കേണ്ട യാതൊരു സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. അതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. താങ്കൾ ഇസ്തിഖാറത്തിന് നിസ്കാരം നിർവഹിച്ച് ഈ കൂട്ടായ്മ മാറിക്കാൻ തീരുമാനിച്ചിരുന്നതാണല്ലോ. മാത്രമല്ല വിശദീകരണം ഇറങ്ങുകയില്ല എന്ന് ഒപ്പിട്ട് തരികയും ചെയ്യുന്നല്ലോ. എന്താണ് അതിന്റെ നിജസ്ഥിതി? ഞാൻ ഇസ്തിഖാറത്ത് നിസ്കരിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ആലോചിച്ചു തീരുമാനിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത്. മാറി നിൽക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത് ആലോചിച്ച് തീരുമാനിച്ചത് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിശദീകരണത്തിൽ ഞാനല്ല ആദ്യം ഇറങ്ങിയത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽക്ക് ഇവിടെ MSMന്റെ കൗൺസിലായാലും ISMന്റെ തർബിയത്ത് ക്യാമ്പിലായാലും ഓറിയന്റേഷൻ ക്യാമ്പിലായാലും MSMന്റെ സംസ്ഥാന സംഗമത്തിലായാലും പിന്നെ ISM വിളിച്ചു ചേർത്ത ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും പ്രധാന പ്രവർത്തക മീറ്റിംഗിലായാലും അതിലൊക്കെ ഇവർ ചർച്ച വെച്ചു. ചർച്ച ചെയ്ത് താഴെ തലങ്ങളിലേക്ക് ഇതൊക്കെ എത്തി. അപ്പോഴാണ് എനിക്ക് നിർബന്ധമായി വിശദീകരിക്കേണ്ടി വന്നത്. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ഈ പറയുന്നതൊക്കെ ശരിയാണോ? നിങ്ങളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഒന്നുകിൽ നിങ്ങളത് ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ആളുകൾ തന്നെ നിർബന്ധിച്ചപ്പോഴാണ് എനിക്ക് നിർബന്ധമായും ഇത് വിശദീകരിക്കേണ്ടി വന്നത്. കാരണം അവർക്ക് സംഘടനാ ചാനൽ ഉപയോഗിച്ച് വിശദീകരിക്കാൻ എളുപ്പം. ISMന്റെ MSMന്റെ ഒക്കെ സംഘടനാ ചാനൽ അവരെ കയ്യിലാണ്. അപ്പൊ താഴെ തലത്തിലേക്ക് വേഗം എത്തിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ ചാനൽ കയ്യിലില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ വിളിച്ചിട്ട് ആളുകളോട് പറയാനേ പറ്റുള്ളൂ. അത് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ വിശദീകരണത്തിന് ഇറങ്ങൂലെന്നൊന്നും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു പോരുമ്പോ ഞാനൊരു നസീഹത്ത് നിലക്ക് പറഞ്ഞു, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയിലേക്ക് നിങ്ങൾ നീങ്ങരുത് എന്ന് പറഞ്ഞു. അതവർ ലംഘിച്ചു. ഇപ്പൊ ഹുദൈബിയ്യ സന്ധി ഖുറൈശികൾ ലംഘിച്ചപ്പോ പിന്നെ റസൂൽ ലംഘിച്ചല്ലോ, അതുപോലെ ഞാൻ ലംഘിക്കേണ്ടി വന്നതാണ്. അതെന്താ സംഗതിച്ചാല് 19-ാം തീയതി ഞാൻ കത്ത് കൊടുത്തു. എന്ത് എനിക്ക് പറയാനുള്ള അഭിപ്രായം എഴുതി തരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മലപ്പുറത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ സംഘടനയുടെ ഷർത്തുകളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നീട് കൂടിയ മീറ്റിംഗിൽ പറഞ്ഞു, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം, സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അത് നിങ്ങൾ ചോദിച്ചോളൂ, ഞങ്ങൾക്കാർക്കും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നവരെ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? അതെ, ആ തീരുമാനത്തിനെതിരല്ലേ നിങ്ങൾ മലപ്പുറത്ത് പ്രസംഗിച്ചത്? എതിരല്ല, എതിരാണെന്ന് അവർ പറയുന്നു. സംഘടനയുടെ ഷർത്ത് ഒരുമിച്ച് പോയാലും പോയില്ലെങ്കിലും ജനങ്ങളോട് പറയേണ്ടതല്ലേ? നമ്മൾ ഒരുമിച്ച് പോയാലും പോയില്ലെങ്കിലും സംഘടനയുടെ ഷർത്തുകൾ പറയേണ്ടതാണ്. അപ്പൊ അവർ പറഞ്ഞു, ആ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് സംഘടന വേണ്ട എന്നുള്ള മെസ്സേജാണ് ആളുകൾക്ക് കിട്ടുക. അത് സുബൈർ മങ്കടന്റെ വാദമാണ്. നമ്മൾ സുബൈർ മങ്കടന്റെ വാദം സംഘടന ഹറാമാന്നല്ലേ, അതിന് ഷർത്തുണ്ടാവും. ജായിസാകാനല്ലേ ഷർത്ത്. പിന്നെ സുബൈർ അവിടെ ഷർത്ത് പറഞ്ഞാൽ നമ്മളത് കേട്ടിട്ടില്ല. അതുകൊണ്ട് അത് നമുക്ക് എതിരാണ് എന്ന വാദം ശരിയല്ല. അപ്പൊ പിന്നെ പറഞ്ഞെന്ത്, നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു, ഇനി എവിടെയും പറയരുത്, ഒരു വേദിയിലും ജനങ്ങളോട് ഈ ഷർത്തുകൾ പറയരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, സലഫി ഉലമാക്കൾ കിതാബിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നൊന്നും ഇവിടെ പറയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ഇന്നെ വിട്ടേക്ക്, ഞാൻ സ്വതന്ത്രനായി നിന്നോളാം, ഉമർ വലി എന്ന പോലെ. ഇപ്പൊ ചില ആളുകൾ ഉമർ വലി അത്ര വലിയ ആളായി എന്ന് പറയണം. അല്ലല്ല, ആ നിലപാട് അങ്ങനെയാന്ന് പറഞ്ഞാൽ ഉമർ വലിയുടെ അടുത്ത് എത്താൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹം പ്രസ്ഥാനത്തെക്കാൾ വളർന്ന മഹാമനുഷ്യനായിരുന്നു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പലർക്കും ഉമർ വലി മഹാനായി മരിച്ചപ്പോഴാണ്. അതുവരെ അദ്ദേഹം ഈ സംഘടന കുത്തുകൊണ്ട് ഒരുപാട് ത്യാഗം സഹിച്ച ആളാണ്. പറഞ്ഞ മഹാന്മാർ പലരും അദ്ദേഹത്തെ വേദനിപ്പിച്ചത് അദ്ദേഹത്തിന് ഓർമ്മകളുടെ തീരത്ത് വരിയിലൂടെയും വരികൾക്കിടയിലൂടെയും വായിച്ച നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോട് TP പലപ്പോഴും പറഞ്ഞത്, ജക്കരിയാക്ക് വേണമെങ്കിൽ ഉമർ വലി ചെയ്തവരെ രാജിവെച്ചോ എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ അവർ പുറത്താക്കൂടെ നിന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 28-ാം തീയതി മീറ്റിംഗിൽ അവര് പറഞ്ഞതാണ്, മലപ്പുറത്ത് നമ്മുടെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിൽ സംഘടനയുടെ ഷർത്തുകൾ ഞാൻ പറഞ്ഞത്. അവർ എഴുതി തന്ന വിഷയമുണ്ട്, ഭിന്നതയുടെ കാരണങ്ങൾ, ഐക്യമാണ് വിഷയം. അപ്പൊ ഇനി ഭിന്നതയുടെ കാരണങ്ങൾ അവരുടെ ഹിൻസ് വന്നിട്ടുണ്ട്. ആ ഹിൻസിലുണ്ട് എന്ത്, പക്ഷപാതിത്വം. അപ്പൊ പക്ഷപാതിത്വം എന്തുകൊണ്ടാണ് ഭിന്നതക്ക് കാരണമാകുന്നത്? സംഘടനകളിൽ പക്ഷപാതിത്വം വരുന്നത് സംഘടന ഉണ്ടാക്കുന്നതിന് ഉലമാക്കൾ വെച്ചിട്ടുള്ള ഷർത്തുകൾ നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ്. അത് പാലിച്ചില്ലെങ്കിൽ ഹിസ്ബിയത്ത് വരും എന്ന് ഞാൻ പറഞ്ഞു. ആ ഷർത്തുകൾ വിശദീകരിച്ചു.
അതൊരിക്കലും തന്നെ നമ്മുടെ യോജിപ്പിന് തടസ്സമല്ല എന്ന് ഞാനൊന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന് വരുന്ന ദായിമാർ ടിയെ വാങ്ങുന്നതിന് എന്താണ് ഫത്വ? ദൈവത്തിന് വരുന്ന ആളുകൾ ഇവിടെ ദൈവത്തെ നടത്തേണ്ടത് ഇവിടുത്തുകാരാണ്. ഇവിടെ നിങ്ങൾക്ക് ആളില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചാൽ അയാൾക്ക് വരേണ്ട യാത്രാ കൂലി കൊടുക്കേണ്ടത്, അയാളൊന്ന് വരുന്നതിന് അയാൾക്കുള്ള നഷ്ടങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളെ ചുമതലയാണ്. ആ ദായിമാരാരും ഇങ്ങോട്ട് നബിമാരായി നിയോഗിച്ചൊന്നുമല്ല. ഇവിടെ ദൈവത്ത് പാവർട്ടി ദൈവത്ത് നടത്തേണ്ടത് പാവർട്ടിക്കാരെ കടമയാണ്. അതിന് തൃശ്ശൂർ നാളെ കൊണ്ടുവന്നാൽ അയാൾ കൂടെ വരുന്ന സൗകര്യം കൊടുക്കണം, കണ്ണൂർ നാളെ വന്ന് അതിനനുസരിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അയാൾക്ക് വരാൻ പറ്റുമോ? അയാൾക്ക് അല്ലാതെ വേറെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ട. പക്ഷെ എല്ലാവർക്കും അതിന് സാധിച്ചോണമെന്നില്ല. വേറെ ജോലിക്കൊന്നും പോകണ്ടാവില്ല. അയാൾ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ ആളാവും. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ടിയെ കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ദഅവത്തിന്റെ മേഖല തൗഖീഫിയാണോ? ആണെന്ന് വായിക്കാൻ സാധിച്ചു. ആണെങ്കിൽ നാം രൂപം കൊടുത്ത സാൽവേഷൻ, ലൈറ്റ് എക്സിബിഷൻ, സമ്മേളനം, പ്രോഫ്കോൺ എന്നീ സംരംഭങ്ങൾ ഈ രീതിയിൽ വരുന്നു. ദഅവത്തിന്റെ മൻഹജ് തൗഖീഫിയാണ്. തൗഖീഫി എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിൽ വന്നതെന്തോ അത് തന്നെ തുടരണം. മൻഹജ് ദഅവത്തിന്റെ വസായിലുകൾ, ദഅവത്ത് ജനങ്ങൾക്ക് എത്തിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ, അത് ശറഈന് വിരുദ്ധമല്ലാത്ത മാർഗങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അവിടെ നമ്മൾ മൻഹജിനെതിരാകാത്ത മാർഗങ്ങൾ സ്വീകരിക്കാം. ആ നിലക്കാണ് നമ്മൾ ഈ വക സംരംഭങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിലൊക്കെ മൻഹജിന് വിരുദ്ധമായത് വരുന്നുണ്ട് എന്ന നിലക്കാണ് നമ്മൾ അതിൽ ചിലതിനൊക്കെ എതിർക്കുന്നത്. ഇപ്പൊ സാൽവേഷനില് ജീവനുള്ളവയുടെ ഫോട്ടോകളും നരകത്തിന്റെ ചിത്രം, സ്വർഗത്തിന്റെ ചിത്രമൊക്കെ വരുന്നേച്ച് എങ്ങനെ ഉണ്ടാവും? സാൽവേഷനൊക്കെ കാര്യമുണ്ട്. അപ്പൊ അത് പാടില്ലാത്തതാണ്. അതുപോലെ ഇപ്പൊ പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉണ്ടായതെന്താ? പ്രോഫ്കോൺ എന്ന് പറയുന്ന പ്രൊഫഷണൽസ് അതിക്കാലം മുൻപ് അവര് സമൂഹത്തിൽ ഉന്നതരായി അറിയപ്പെടുന്നവരും സമൂഹത്തിലെ ക്രീമായി അറിയപ്പെടുന്നവരുമാണ്. അപ്പൊ അവരെ മാത്രം വിളിച്ചിട്ട് ഒരു ദഅവത്ത് നമ്മൾ കൊടുക്കണോ? ആ കൂട്ടത്തിൽ നമുക്ക് MA-ക്കാര്, MSc-ക്കാര്, BA-ക്കാര്, BSc-ക്കാര് എല്ലാരെയും വിളിച്ചിട്ട് ഒരു സ്റ്റുഡൻസ് കോൺഫറൻസ് ആക്കിക്കൂടെ എന്ന് ചോദിച്ചതാണ്. അതുപോലെ മസ്ലഹത്തു ദഅവ, ദഅവത്തിന്റെ മസ്ലഹത്ത്, അവരിൽ ഒരുപാട് ആൾക്ക് ദീനെത്തുന്നുണ്ട്, ദീനിലേക്ക് അവർ വരുന്നുണ്ട്. അവരങ്ങനെ വിളിച്ചാലേ അവർ വരുള്ളൂ. അതല്ലേ പ്രശ്നം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ വിളിച്ചാലേ വരുള്ളൂ. നമ്മൾ പഠിപ്പിക്കണമല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ സമൂഹത്തിൽ ഉന്നതന്മാർക്ക് ഒരു ദഅവത്തും സാധാരണക്കാർക്ക് വേറെ ദഅവത്തും എന്ന രീതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മൻഹജു ദഅവ, മസ്ലഹത്തു ദഅവക്ക് എതിരായാൽ മൻഹജിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രോഫ്കോണിന് എന്തൊക്കെ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് രീതികളൊന്നും പിരിക്കാറില്ല. എനിക്കതിന്റെ ബന്ധമല്ല. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ തന്നെ അന്വേഷിക്കണം. എന്നിട്ട് നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ യോജിക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിസ്സാകരിക്കുക. പെരിന്തൽമണ്ണ പള്ളി നമുക്ക് കിട്ടി, ഇനി അവിടുത്തെ ഖത്തീബിനെ കൂടി മാറ്റുമെന്ന് താങ്കൾ ശരീഫ് പെരുവാളിനോട് പറഞ്ഞെന്ന് കേൾക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണയിൽ കുറെ കാലമായിട്ട് ആരിസ് മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയായിരുന്നു. 12 കൊല്ലം മറ്റായിരുന്നു. പിന്നെ ആളുകൾ പറഞ്ഞു കമ്മിറ്റി ഒന്ന് മാറണം, നിലവിലുള്ള കമ്മിറ്റി രാജിച്ചു വേറെ കമ്മിറ്റി എടുത്തു. അപ്പോൾ ആരിസ് മൗലവി എന്തോ കുറച്ച് സംസാരിച്ചു. അപ്പൊ കമ്മിറ്റിയിൽ ആരോ പറഞ്ഞത്രേ ഖത്തീബിന്റെ പണി എടുത്താൽ മതി. അതവിടെ പലരോടും പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ എന്നോടും പറഞ്ഞു. അപ്പൊ ഞാൻ ഷെരീഫിനോട് പെരിന്തൽമണ്ണ എന്തൊക്കെ ഭൂമിയിലുണ്ടായിട്ടുള്ളപ്പോ അല്ല ഞമ്മക്ക് കിട്ടി ഓൽക്ക് കിട്ടിയത്, അതൊക്കെ പിന്നെ ചില ആളുകളുടെ സൗകര്യത്തിന് നമ്മളെ വാക്കുകളെ വളച്ചൊടിക്കുന്നതാണ്. പെരിന്തൽമണ്ണയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്രേ, ഹാരിസ് മൗലവിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്രേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി പറയുന്നത് വർത്താനം. താങ്കൾ ഹുസൈൻ സലഫിയെ കുറിച്ച് വ്യക്തിഹത്യ നടത്തിയതായി കേൾക്കുന്നു. അതിലെന്ത് സലഫിയത്താണത്? ഈ വ്യക്തിഹത്യ എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ല. ഞാൻ ഹുസൈൻ സലഫിയുടെ പേരെടുത്തൊന്നും വിമർശിച്ചിട്ടുമില്ല. അയാളെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുമില്ല. ഞാൻ പൊതുവെ ദഅവത്ത് രംഗത്തെ പാഴ്ചെലവുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സക്കരിയ ആണെങ്കിലും ഹുസൈൻ സലഫി ആണെങ്കിലും മുഹമ്മദ് സലാം ആണെങ്കിലും ആരാണെങ്കിലും അവരല്ല ഈ ഉത്തരവാദി, സംഘാടകരാണ് ഉത്തരവാദി. സംഘാടകരാണ് വലിയ ചെലവുണ്ടാക്കിയിട്ട് പരിപാടികൾ വെക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകും, ഒരാഴ്ചക്കും 2 ആഴ്ചക്കൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റും പിന്നെ ജോലിയൊക്കെ ഉള്ള ആളാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ശമ്പളത്തിന് പകരത്തിൽ പോക്കറ്റ് മണി കൊടുക്കും. എത്ര രൂപ ചെലവാകും? വലിയ സംഖ്യ ചെലവാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെലവുകൾ കൂടുന്ന പരിപാടികൾ ഒഴിവാക്കുക. പലപ്പോഴും നമ്മൾ ഒരു വയലിന് വേണ്ടി 3 മണിക്കൂറോ 4 മണിക്കൂറുള്ള വയലിന് വേണ്ടിയിട്ട് വലിയ സംഖ്യ ചെലവാക്കും. അപ്പൊ നമ്മളെ മഞ്ചേരിയിൽ ആദ്യത്തെ വിശദീകരണ യോഗം വലിയ വിലപിടിപ്പുള്ളൊരു ഹാളാണ് നമ്മൾ എടുത്തത്. എന്തിനാണ് എടുത്തത്? 10,000 രൂപേന്റെ ഹാള് പോലെ. പക്ഷെ ഞാനല്ലോ എടുക്കുന്ന ആള്. നമ്മൾ 10,000 രൂപേന്റെ ഹാളെടുത്ത് കുറച്ച് കസേര പുറത്തിട്ടാലും വമ്പിച്ച
അപ്പൊ അതാ പറയുന്നത് സക്കരിയ സലാഹിന്റെ BP ഹാൾ വിശദീകരണത്തിന് വലിയ സംഖ്യ ചെലവായി. ഞാനെ ചെലവാക്കാൻ പറഞ്ഞ അപ്പൊ അത് എവിടെയോ ഞാൻ ഈ പറഞ്ഞ ഇതുവരെ നമ്മൾ തുടർന്നു വന്നതിൽ എന്തൊക്കെ നമുക്ക് ദഅവാ രംഗത്ത് പാഴ്ചെലവുകൾ വരുന്നുണ്ടോ അതൊക്കെ പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഹുസൈൻ സലഫിനെ പറ്റി പറഞ്ഞല്ല, അതൊക്കെ കോട്ടസിൽ ഉണ്ടാക്കുന്നതാ. സക്കരിയ സലഫി ഹുസൈൻ സലഫി തമ്മിൽ സണ്ട തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ജീവിച്ചു പോണ്ടേ. അതാണ് അതേ വേണ്ടിയിട്ടുള്ളൂ. ശരിക്കും നമ്മൾ എവിടെയൊക്കെ പാഴ്ചെലവുകൾ വരുന്നുണ്ടോ അതൊക്കെ ആലോചിക്കണം. 75,000 മൈക്കക്ക്, 40,000 സ്റ്റേജിന്, 50,000 ഫ്ലക്സിന്, ഇതൊരു പരിപാടിക്കാൻ മതി. ഒരു കമാനം വെക്കാൻ 50,000, അങ്ങനെ 10 കമാനം വെച്ചാൽ ഇതിനായി 90,000 ആയില്ലേ? നിങ്ങൾ ആലോചിച്ച് ഒരു വേദനപതി ഒറ്റ ഇഷ്ട പരിപാടി. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളെ സംസ്ഥാന സമ്മേളനം കോടികളെ ചിലവാക്കും. പുനഃപരിശോധിക്കണം. അതൊക്കെ ആവശ്യമുണ്ടോ എല്ലാം പരിശോധിക്കണം. നമ്മളെ രംഗത്ത് നമ്മൾ സെലഫിയത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മളെ സംഘടനാ രംഗത്തോ പ്രവർത്തന രംഗത്തോ ദൂർത്തുകളൊക്കെ പുനഃപരിശോധിക്കണം. പള്ളി ഉണ്ടാക്കല് വെറുതെ പള്ളി ആകെ കുറച്ചാളുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ 3-4 നില ഉണ്ടാക്കിയിടുക. 12 മുനാരം. ഇടവണ്ണ പള്ളിക്ക് എത്ര 17 മുനാരം. എന്താ കമ്മിറ്റിക്കാർ 17. എണ്ണം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അത്ര എണ്ണം കുറെ മുനാരുണ്ട്. ഓരോന്നും ചെയ്യുന്നേ. ഒരു കേടുമില്ലാത്ത പള്ളി വെറുതെ ബുൾഡോസോട് നിരത്തിയിട്ട് വലുതാക്കുക. നാട്ടുകാരെ പൈസയാണ്. ആ ജാതി പാഴ്ചെലവുകളൊക്കെ നമ്മൾ പുനഃപരിശോധിക്കണം. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ നേതാക്കൾക്കെതിരെ വിശദീകരണങ്ങൾ അവസാനിപ്പിക്കണ്ടേ. ഞാൻ നേതാക്കൾക്കെതിരെ വിശദീകരിക്കാൻ വിശദീകരണം എന്തെയിലില്ല. ഞാൻ സലഫി ദഅവത്ത് എന്താണെന്ന് പറയും. കൂട്ടത്തിൽ എന്നെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക്, അവർ നടത്തിയ വിശദീകരണങ്ങളിൽ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകൾക്ക് ഞാൻ മറുപടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? വിശദീകരണം ഒരുപാട് അവർ നടത്തിയതിന് ശേഷമാണ് ഞാൻ നടത്തിയിട്ടുള്ളൂ. അവർ നടത്തിയതിന്റെ ചെറിയ ഒരു അംശം മാത്രമേ ഞാൻ വിശദീകരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, ദഅവത്തിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഭിന്നിപ്പൊഴിവാക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നസീഹത്തോടെ സംസാരിക്കണ്ടേ. നസീഹത്തില്ലാത്ത എന്ത് വാക്കാണ് ഞാൻ പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാൽ ഞാൻ തിരുത്താം. പിന്നെ ഞാനിപ്പോ ഒരു വ്യക്തിയാണല്ലോ. എന്നെ സ്റ്റേജിലിരുത്തിപ്പോലും വിമർശിച്ചു. എന്നോട് സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ കടവത്തൂർ ഒന്ന് സമ്മേളനം നടത്തിയിട്ട് എന്നെ സ്റ്റേജിലിരുത്തിയിട്ട് ഒരുത്തം സംസാരിച്ചു. അതോടുകൂടി അവിടെ നമ്മൾ രണ്ടായി. അത് CP സലീമിന്റെ ഗൂഢാലോചനയായിരുന്നു എന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. ആ രീതിയിൽ ഉണ്ടായപ്പോൾ വേദനിച്ചു. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതികരണമാണ് പെരിന്തൽമണ്ണ എൻ്റെ സംസാരത്തിൽ ഞാൻ അല്പം രൂക്ഷമായി സംസാരിച്ചു. സ്വാഭാവികമാണ്. അത് പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിരിവ് പാടില്ലാതെ യാചനയാണ് എന്ന് താങ്കൾ പറയുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധരംഗ സന്ദർഭം മറ്റും പിരിവ് നടത്തിയിരുന്നു. പിന്നെ എന്തുകൊണ്ട് താങ്കൾ പിരിവ് പാടില്ല എന്ന് പറയുന്നു? ഞാൻ പിരിവ് പാടില്ല എന്നേ പറഞ്ഞിട്ടില്ല. ഇതാണ് ഓരോന്നും ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞത് പള്ളിക്ക് വേണ്ടിയാലും മദ്രസക്ക് വേണ്ടിയാണെങ്കിലും ആളുകളോട് കൈയാട്ടിയാൽ നമ്മളെ ഇസ്സത്ത് പോകൂലേ? ചോദിക്കണോണ്ട് ഇസ്സത്ത്. നിങ്ങൾ തരി 5000 റുപ്യ തരി, ഞങ്ങൾ ആ സാധുക്കൾ 3-4 ആളേ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി എത്ര നേരമായി കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആചാര്യ എങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ച് അതൊരു യാചനയിലേക്ക് പോകൂലേ? വിഷയം പറയാൻ ഞങ്ങൾ കുറച്ച് ആളുള്ളൂ, നിങ്ങൾ സഹായിക്കുന്നതൊക്കെ വന്നതാണ് എന്ന് പറഞ്ഞാൽ പോരെ. ഒരു യാചനാ നിലവാരത്തിലേക്ക് നമ്മുടെ പിരിവുകൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പല പിരിവും സംഘടനാപരമായ ദൂരത്തിന് വേണ്ടിയാണ്. അത് നമ്മളെ സംഘടനയിൽ ഉണ്ടാകാൻ പറ്റില്ല. പല സംഘടനകളും പിരിക്കണമെന്ന് അങ്ങനെ അല്ലെ, മറ്റ് സംഘടനകളോട് മത്സരിക്കാൻ വേണ്ടി, മറ്റ് സംഘടനകളുടെ മുമ്പിൽ ഞെളിയാൻ വേണ്ടി, എന്താ ഞങ്ങളുടെ സമ്മേളനം, എന്താ ഞങ്ങളുടെ ഓഫീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ളത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ പിരിവിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത മൗലവിമാർ അവർക്ക് പിരിക്കന്നെ പറ്റും, എന്നും പിരിക്കുക. പല സംഘടനകളും അങ്ങനെയാണ്. റിസീവർമാരെ നിയമിച്ചു വെച്ചിരിക്കുക കമ്മീഷൻ പിരിവിന് 100 റുപ്യ 40 റുപ്യ വേണ്ട കീശേക്കാം. ജോലിയും കൂടി ഒഴിവാക്കിയിട്ട് പിരിക്കാൻ നടക്കാം. ഒരു റമദാന് പിരിച്ചാൽ ബാക്കി 12 മാസം വരെ ജീവിക്കാം. അത്ര വലിയ കമ്മീഷൻ. ഇതൊക്കെ ദീനീ സംഘടനകളിൽ പാടുണ്ടോ? നമ്മുടെ സംഘടനക്ക് മാത്രമല്ല, എല്ലാ സംഘടനകൾക്കുള്ള നസീഹത്ത് നിലനിൽക്കാം. പിന്നെ ആളുകൾ എന്താ ഇപ്പൊ ചെയ്യാച്ചാൽ അവനാ ഒരു പണി എടുക്കൂല, സ്ഥലത്തിന് റിട്ടേൺസ് കൊടുക്കുക എന്നുണ്ടാക്കുക. ഇവിടെ തന്നെ ഉണ്ടാവും നല്ല ആളുകൾ, അവരൊന്ന് കൂടി ഇരുന്നിട്ട് നമ്മളൊക്കെ നമ്മളെ വകയിൽ നിന്ന് എടുക്കണ്ടേ. ഇവിടെ ഇപ്പൊ പള്ളി വേണമെങ്കിൽ ഇവിടെ പള്ളി ആവശ്യമുള്ള എല്ലാവരും കൂടി ഇരിക്കുക. എന്നാൽ എത്ര റുപ്യ കിട്ടും നോക്കുക. അതിനനുസരിച്ച് പള്ളി ഇവിടെ ഉണ്ടാക്കിയാൽ മതി. ചിലപ്പോൾ കവിനിന്റെ അലകി വെച്ചിട്ട് ഷീറ്റ് ഇട്ടായിരിക്കും. ആയിക്കോട്ടെ, അവിടെ ഞങ്ങൾ ബോർഡ് വെച്ചു, ഈ പള്ളി പുനർനിർമ്മാണത്തിന് സഹായിക്കുക. അപ്പൊ ഇതിലെ വണ്ടിയിൽ പോയി നിസ്കരിക്കാൻ വന്നതിനാൾ ഞാൻ ഏറ്റെടുക്കും. ആയിക്കോട്ടെ. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ കഴിവിൽപ്പെട്ടത് ചെയ്യാനേ അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. നാട്ടിൽ മുഴുവൻ നമ്മളിങ്ങനെ ചോദിച്ച് നടന്നിട്ട് സ്ഥാപനം ഉണ്ടാക്കാൻ അള്ളാഹ് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല.
അത് കുറച്ച് കുറക്കണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സദക്കന്റെ പ്രാധാന്യം ജനങ്ങൾ പഠിപ്പിക്കുക. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ 3-4 മുജാഹിദ് ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളത് മുഴുവൻ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ ഉള്ളതിൽ പകുതി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെയൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ലേ? അപ്പൊ അങ്ങനെ സദക്കയുടെ പ്രാധാന്യം ജനങ്ങളെ പഠിപ്പിക്കുക, ഉള്ളതിൽ തൃപ്തിപ്പെടാൻ വേണ്ടി പഠിപ്പിക്കുക, പള്ളിയുടെയും സ്ഥാപനത്തിനെയും പേരിൽ മത്സര്യം ഒഴിവാക്കുക. എന്തിനൊക്കെ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം, ചോദ്യം ജായിസാകുന്ന സംഗതികൾ എന്തൊക്കെയാണ്, ആ വിഷയത്തിലൊക്കെ ഒരു പുനഃപരിശോധന ആവശ്യമാണ്. ഇന്ന് പിരിവിന് വേണ്ടിയാണ് സംഘടനകൾ പല പ്രവർത്തനങ്ങളും ഇല്ലാത്ത പൊലിമ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? സംഘടനകൾ, പല സംഘടനകളുടെയും പല സ്ഥാപനങ്ങളിൽ ബ്രോഷറൊക്കെ എടുത്തു നോക്കിയാൽ ഇല്ലാത്തത് പലതിലുണ്ടാവും. വലിയ സ്ഥാപനമാണെന്ന് ഫോട്ടോ എഴുത്തൊക്കെ ഉണ്ടാവും. ചെന്ന് നോക്കിയാണ്ടാവും ഒരു ചെറിയ കെട്ടിടം വാങ്ങിയിട്ട് മൂലൊക്കെ 4 കുട്ടികളും 1-2 മൗലവിമാരും. അൽ ജാമിയത്തുൽ ഇസ്ലാമിയ തൃശ്ശൂർ എന്നൊക്കെ ഉണ്ടാവും. ആ ജാതി ഏർപ്പാടുകളൊക്കെ അവസാനിപ്പിക്കണം. പിന്നെ ഈ മുതലാളിമാരെ വല്ലാതെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രൊസീഡിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ്, ഈ പിരിവുകൊണ്ടാണ്. ഓന്റെ പിരിവുള്ളതുകൊണ്ട് അവനെ സ്റ്റേജ് കയറ്റി ഇരുത്തേണ്ടി വരുന്നത്. സ്റ്റേജ് കയറ്റിയിലേക്ക് ഓൻ പിരിവ് കൊടുക്കണം. ഈ മുതലാളിമാരൊക്കെ നാശാക്കിയ നല്ല നല്ല മനുഷ്യന്മാരുണ്ട്, ഒന്നും ആഗ്രഹിക്കാതെ പിരിവ് കൊടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എന്റെ പേരൊന്നും അവിടെ പറയരുത്, എനിക്കത് ഇഷ്ടമല്ല, നിങ്ങൾ എന്റെ സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കരുത് കേട്ടാ എന്ന് പറഞ്ഞ നല്ല മനുഷ്യന്മാരെ ബെരിയുന്നുണ്ട്. അപ്പൊ ഓനെ കൊണ്ടുപോയി ഇരുത്തിയാൽ പിന്നെ ഓനെ തോന്നുക തിരക്കടില്ലല്ലോ, പിന്നെ ഓനെ പോലെ ചെയ്താൽ കയറി, പിന്നെ ഓനെ എല്ലാവരും സ്റ്റേജിൽ ഇരുത്തണം. ഈ മുതലാളിമാരെ നശിപ്പിച്ചത് ഈ മതസംഘടനകളാണ്. നല്ല മനുഷ്യന്മാർ എത്തുന്നുണ്ടാവും, ആരും അറിയാതെ വലതു കൈ കൊടുക്കുന്ന ഇടതു കൈ അറിയാൻ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഇനിയും വരണം. അതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാം. അപ്പൊ പിരിവുമായി ബന്ധപ്പെട്ട ഒരു പുനർവിചിന്തനം എല്ലാ വിഷയത്തിലും നമ്മൾ നടത്തേണ്ടതുണ്ട്. പിന്നെ ചില ആളുകൾ നിങ്ങൾ പിരിച്ചിട്ടില്ലേ, ഞാൻ പിരിച്ചിട്ടില്ലാതെ ഞാൻ പറഞ്ഞില്ല, ഞാനും ഇതിന്റെ ഭാഗമായിരുന്നില്ല. നീ പിരിക്കൂലേ, പിരിവേ പാടില്ല, നമുക്കെന്താ അഭിപ്രായം ഉണ്ടോ? പിരിവ് വേണം, പക്ഷെ അതൊക്കെ ഒരു പുനഃപരിശോധന വേണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫോക്കസിലെ ഭക്ഷണം VIP-കൾക്ക് എന്ന് പറഞ്ഞ വലീമയുടെ ഹദീസ് ഉദ്ധരിച്ച് ദുർവ്യാഖ്യാനമല്ല എങ്കിൽ ആ ഹദീസ് എങ്ങനെ അവിടെ യോജിച്ചു വരും? അതായത് ഫോക്കസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസിന് മാത്രമുള്ള, അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രം ദീൻ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് തെറ്റാണ്. പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉന്നതന്മാരായ ആളുകൾക്ക് മാത്രം. എന്നിട്ട് അവർ സാധാരണ പള്ളിയിൽ മദ്രസയൊന്നും വെക്കില്ല, നല്ല നല്ല ഫാഖറായ ഹോട്ടലുകളിൽ വെക്കും. അവരിൽ തന്നെ പൈസ വാങ്ങിയിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക. അപ്പൊ അങ്ങനെ പണക്കാർ മാത്രം വിളിക്കപ്പെടുന്ന സദ്യ, അവരെ ഇന്ന് പിരിവ് വാങ്ങുകയാണെങ്കിൽ നടത്തുന്ന സംഘടനയാണ്, അത് നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? അതാണ് ഞാനത് പറഞ്ഞ ഷർറു ത്വആമി ത്വആമുൽ വലീമ, ഏറ്റവും മോശമായ ഭക്ഷണം പണക്കാരെ മാത്രം വിളിക്കുകയും പാവപ്പെട്ടവരെ വിളിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. അവിടെ ആ ഫോക്കസിൽ പെട്ടത്, അവിടെ സാധാരണക്കാരന് യോഗത്തിൽ ചർച്ച വന്നു, ഇതിന് നമ്മൾ ചിലപ്പോൾ ആള് കുറഞ്ഞാൽ നമ്മൾ സാധാരണ പ്രവർത്തകരെയും വിളിച്ചാൽ അയ്യോ പറ്റൂല, അത് അവർക്ക് ഇഷ്ടാവില്ല. അത് ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഒന്നും സാധാരണ പ്രവർത്തനം വന്നാൽ ഇഷ്ടാവില്ല. അപ്പൊ എന്താ അർത്ഥം? അത് ശരി തന്നെയാണ്. പണക്കാരെ മാത്രം വിളിക്കപ്പെടുകയും മറ്റുള്ള ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന ആ തത്വം ആ ഹദീസിലുണ്ട്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് ദുർവ്യാഖ്യാനമൊന്നല്ല. നിലവിലുള്ള പ്രോഫ്പോണിൽ ശറഈന് വിരുദ്ധമായി താങ്കൾ കാണുന്ന കാര്യം എന്താണ്? ശരിയാണെങ്കിൽ അതുമായി സഹകരിക്കാൻ പറ്റുമോ? കുട്ടികളെ കൊണ്ടുപോകാൻ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റുമോ? രജിസ്ട്രേഷൻ എക്സെട്ര. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോഫ്പോൺ എന്നത് മാറ്റി സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നതാക്കണം. പ്രൊഫഷണൽസിന് മാത്രം ആക്കണ്ട. ആ സമയത്ത് ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് വരാൻ പറ്റുമോ അവരും കൂടി വരട്ടെ. എന്നിട്ട് പേര് തെളിവുണ്ടാക്കണം. രാജാക്കന്മാരോട് നമ്മൾ പ്രത്യേക ദയവത്ത് നടത്തിയിട്ടുണ്ട്, റസൂല് ഖുറൈശി പ്രമുഖർക്ക് പ്രത്യേക ദയവത്ത് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെളിവുണ്ടാക്കാൻ നോക്കുക. അത് ശരിയല്ല. സത്യനിഷേധികൾക്ക് ദയവത്ത് നടത്തുമ്പോൾ അവരെ സ്ഥാനം അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. അവരെ കാറ്റഗറി നമ്മൾ ഉണ്ടാക്കിയതല്ല. പക്ഷെ മുസ്ലിം ആയാൽ പിന്നെ അങ്ങനെ കാറ്റഗറി ഇല്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനും കോട്ടക്കും വേറെ ദൈവത്ത്, ബിലാലും അമ്മാറിനും വേറെ ദൈവത്ത് എന്നത് ഒരിക്കലും പ്രവാചകൻ ശാസ്ത്രം പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ അവസാനത്തെ കേസറ്റിൽ എന്താ തെളിവെന്നറിയോ? ഇസ്ലാമിക ഭരണാധികാരിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കണമെന്ന് ഒരു പണ്ഡിതന് തോന്നിയാൽ അത് മിമ്പറിൽ വെച്ചോ പൊതുപ്രസംഗത്തിൽ വെച്ചോ പൊതുജനങ്ങൾ മുമ്പിൽ വെച്ചോ പറയല്ല വേണ്ടത്, അയാൾ ഒറ്റയ്ക്ക് വിളിച്ച് പറയാൻ വേണ്ടത് ഒരു ഹദീസ് ഉണ്ട്. കാരണം എന്താ? അരാജകത്വം ഉണ്ടാവും. ഭരണാധികാരിയെ കുറിച്ച് മിമ്പറിൽ വെച്ച് പറഞ്ഞാൽ ജനങ്ങൾ ഭരണാധികാരിക്കെതിരെ തിരിയും, അവിടെ വിപ്ലവം ഉണ്ടാവും, രക്തച്ചൊരിച്ചിലുണ്ടാവും. അത് ചെയ്യരുത് എന്ന് ഹദീസുണ്ട്. അത് നാട്ടിൽ അരാജകത്വം ഉണ്ടാകാതിരിക്കാൻ. തിന്മകൾ തടയുക എന്നത് എല്ലായിടത്തും ഒരുപോലെ അല്ലല്ലോ. ഒരു തിന്മ തടയുന്നത് കൊണ്ട് അതിനേക്കാൾ വലിയ തിന്മ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ തടയുന്ന രൂപത്തിൽ ചേഞ്ച് വരുത്തണം. അതാണ് പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ പ്രത്യേക ദൈവത്തിന് തെളിവാത്തത്. അങ്ങനെ ഇസ്ലാമിക ഭരണാധികാരിക്ക് പ്രത്യേക ദൈവത്തുണ്ടോ? പള്ളിയിൽ വരുമ്പോൾ ഖുത്ബ അയാളും കേൾക്കണം, അയാളെ മന്ത്രിയും കേൾക്കണം, എല്ലാവരും കേൾക്കണം.
അത് കഴിഞ്ഞ് പള്ളി ക്ലാസ് ഉണ്ട്, അത് അയാൾ വേള മന്ത്രി കേൾക്കണം. കൊട്ടാരത്തിൽ ക്ലാസ് ഉണ്ട് എങ്കിൽ അയാൾ വേള മന്ത്രിയും കൊട്ടാരത്തിലുള്ളവരൊക്കെ കേൾക്കണം. അല്ല സ്പെഷ്യൽ ദേവത്തുണ്ടോ? പക്ഷേ തിന്മ, എന്തെങ്കിലും തിന്മ അയാളിലുണ്ട്, അതൊന്ന് സൂചിപ്പിക്കണം എന്നൊരു പണ്ഡിതന് തോന്നിയാൽ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയരുത്. അത് അയാൾ അധിക്ഷേപിക്കലായി മാറും. അത് ജനങ്ങൾക്ക് അയാളെ ധിക്കരിക്കാൻ പ്രേരണയാവും. ഇതാണ് അതിന്റെ ഉദ്ദേശം. അത് പ്രത്യേക ദൈവത്തിന് തെളിവല്ല. ഇസ്ലാമിക ഭരണാധികാരിക്ക് പ്രത്യേക ദൈവത്തുമില്ല. പിന്നെ ശറഈന് വിരുദ്ധമായതെന്ന് പറഞ്ഞാൽ മഹറമില്ലാതെ പെൺകുട്ടികൾ പോകുന്നുണ്ട്, അത് തെറ്റാണ്. ഏത് ഹജ്ജിന് പോലും പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അത് നമ്മൾ പ്രത്യേകിച്ച് പാലിക്കണം. പിന്നെ ക്യാമ്പസുകളിലൊക്കെ തന്നെ MSMന്റെ പേരിലായാലും ദേവത്തിന്റെ പേരിലായാലും ആണും പെണ്ണും ബന്ധപ്പെടുന്നതിന് പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ MSM പ്രവർത്തനത്തിന്റെ പേരിൽ അത് ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. പിന്നെ അതായത് അദ്ദേഹം പറയുന്നത് മനസ്സിലായി. പ്രോഫ്കോണില് മറ്റുള്ള വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞ മലപ്പുറം പ്രോഫ്കോണിൽ നമ്മൾ അവസരം നൽകിയിരുന്നു. കഴിഞ്ഞ പ്രോഫ്കോൺ എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമായിട്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാവരും ഒരു സമ്മേളനമായിരുന്നു പോയതായിരുന്നു. അത് പ്രോഫ്കോണിന്റെ രീതിയല്ല. മാത്രമല്ല കസേരയിൽ പ്രൊഫഷണൽ കുട്ടികൾ മാത്രം ഇരിക്കുക, ബാക്കിയുള്ളവർ മാറിക്കൊടുക്കണം എന്ന് അനൗൺസ് ചെയ്തു. എന്താ വെച്ചാൽ മറ്റൊരു പറയും എന്ത് പ്രൊഫഷണൽ കുട്ടികൾ ഏതാന്ന് പറഞ്ഞാൽ വേറെ കുട്ടി അറബി കോളേജിലൊക്കെ കുട്ടികൾ നിറച്ചിരിക്കല്ലേ എന്ന് മറ്റൊരു പറയും. അതുകൊണ്ട് കസേരയിൽ പ്രൊഫഷണൽ കോളേജിലെ കുട്ടികളല്ലാത്തവരാരും ഇരിക്കരുത് എന്നവർ അനൗൺസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതി ഒഴിവാക്കണം എന്നേ പറയുന്നുള്ളൂ. എല്ലാവർക്കും വരാൻ സൗകര്യം ചെയ്തു കൊടുക്കാൻ പിന്നെ തെളിവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ രാജാക്കന്മാരെ തെളിവും ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഏരിയ തിരിച്ചാൽ മതിയല്ലോ. മധ്യ കേരളം, തെക്കൻ കേരളം, ഇങ്ങനെയൊക്കെ തിരിക്കാലോ. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും, യാതൊരു സംശയമല്ല. അങ്ങനെയാണെങ്കിൽ നന്നായി. എല്ലാവർക്കും ആ സമയത്ത് പ്രോഫ്കോൺ നടക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള MA-കാരനും MSc-കാരനും BA-കാരനും BSc-കാരനും M.Com വരണം, B.Com വരണം, എല്ലാവർക്കും വരാം. എല്ലാവരും വന്നോട്ടെ, അവർക്ക് പ്രത്യേകമായിട്ടൊന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു, ആ വിഷയം തീർന്നു. പിന്നെ മറ്റു കാര്യങ്ങളില് മഹറമില്ലാതെ വരുന്നുണ്ടോ അത് നിരോധിക്കണം, അത് പാടില്ല എന്ന് പറയണം, അത്രേ ഉള്ളൂ. അപ്പൊ പ്രോഫ്കോണിലുള്ള പേര് മാറ്റി സ്റ്റുഡൻസ് കോൺഫറൻസ് എന്നാവും. അതാണ്, അതല്ല ക്യാമ്പസ് MBBS-ന്റെ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജും മാത്രമല്ല, എല്ലായിടത്തും ദേവത്ത് എത്തണം. എല്ലാവർക്കും കൊടുക്കാനുള്ള ദേവത്വം ഒന്ന് തന്നെയാണ്. കേട്ടു ഫരീദ് പറഞ്ഞല്ലേ? അത് പറഞ്ഞേ. ഒരു പ്രത്യേക വിഭാഗത്തെ വിളിച്ചുകൂട്ടി പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് ഏത് പ്രമാണത്തെ അടിസ്ഥാനമാക്കിയാണ് താങ്കൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേക വിഭാഗങ്ങൾക്ക് ദേവത്ത് കൊടുത്തില്ല. കച്ചവടക്കാർക്കൊരു ദേവത്ത്, കൂലിപ്പണിക്കാർക്കൊരു ദേവത്ത്, അധ്യാപകർക്കൊരു ദേവത്ത്. അപ്പൊ അങ്ങനെ വേർതിരിക്കാണ് ഇപ്പൊ ടീച്ചേഴ്സ് മീറ്റ്, പിന്നെ വർത്തക സംഗമം, കച്ചവടക്കാർക്ക്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വേർതിരിക്കേണ്ടില്ല. ദഅവ എല്ലാവർക്കും ഒന്നാണ്. അത് സലഫി ദഅവത്തിനെ കുറിച്ച് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശുമൂലിയത്തു ദഅവത്ത് സലഫിയ, ദഅവ സലഫി എല്ലാവർക്കും ഒന്നാണ്. പണക്കാരനും പാവപ്പെട്ടവരും എല്ലാവർക്കും ഒന്നാണ്. ഇവിടെ ഇപ്പൊ വിദ്യാർത്ഥികളെ കൂട്ടത്തിൽ നമുക്ക് വേർതിരിക്കുകയാണെങ്കിൽ വേർതിരിക്കാനുള്ളത് അറബി കോളേജ് മാത്രമാണ്. കാരണം തുല്ലാബുൽ ഇൽമ് എന്നൊരു കാറ്റഗറി ഇസ്ലാമിലുള്ളതാണ്. അവർക്ക് ആയത്തും ഹദീസും തെളിവും ഒക്കെ പ്രത്യേകം കൊടുക്കാനൊക്കെ സൗകര്യമായിട്ട് അവരെ പ്രത്യേകം വിളിക്കാം. പക്ഷെ അതിന് പിന്നിൽ പ്രാധാന്യം തന്നെയല്ല. ഇതിന് ഭയങ്കര പൊലിമ, അതിന് പ്രത്യേക പോസ്റ്റർ, അതിനുള്ള എല്ലാവർക്കും ചുമരെഴുത്ത്. ഒരു നാട്ടിൽ 3-4 ആളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു പ്രാധാന്യം നമ്മളെ വീക്ഷണത്തിൽ തന്നെ അതിന് കുറച്ച് പ്രത്യേക പ്രാധാന്യം വരുന്നുണ്ടോ എന്ന് ഒന്ന് പുനഃപരിശോധിക്കണം. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും കുഴപ്പമില്ല. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പൈസക്ക് നമ്മൾ നടത്തുന്നുണ്ട്. ഹയർ സെക്കൻഡറി പ്രായത്തിൽ എല്ലാവരും വന്നോട്ടെ, ഡിഗ്രിക്കാരൻ്റെ ഡിഗ്രി പ്രായത്തിൽ എല്ലാവരും വന്നോട്ടെ, ഒന്നും പ്രശ്നമുള്ളതല്ല. ഒന്നിച്ചും ദേവ കൊടുക്കാം. പ്രത്യേകം കുട്ടികൾക്ക് പ്രത്യേകം ദേവ കൊടുക്കേണ്ടതുണ്ടോ കൊടുക്കാം, പെണ്ണുങ്ങൾക്ക് പ്രത്യേകം ദേവ കൊടുക്കേണ്ടോ കൊടുക്കാം. അതിനെ ആരും ഇവിടെ എതിർത്തിട്ടില്ല. ഇല്ലാത്ത വാദം പറഞ്ഞിട്ട് മറുപടി അറിയണം. മനസ്സിലായില്ലേ? കാറ്റഗറൈസേഷൻ എന്തായിരിക്കണം, തരം പൊന്തിയത് തരം താഴ്ന്നത് എന്ന രൂപത്തിൽ മതസംഘടനകൾ എന്ത് ചെയ്യാൻ പാടില്ല, വേർതിരിക്കാൻ പാടില്ല. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്.
ബാബു സേട്ട് ഒന്ന് എബിനോട് പറഞ്ഞത്, വലിയ വലിയ പൈസക്കാരുണ്ട്, ഓർക്ക് VIP ഹജ്ജ് CMOലിയൊക്കെ കൊണ്ടുപോകണ്ടല്ലോ, അതുപോലെ നമുക്ക് തുടങ്ങിക്കൂടിയ എബിനോട്. നമ്മൾ അന്ന് 2 ലക്ഷത്തിനുണ്ടുമ്പോൾ അവർ 5 ലക്ഷത്തിനാണ്. അവര് ഹറമിന്റെ തൊട്ടുമുള്ള സ്റ്റാർ ഹോട്ടലിലാണ് പോയിരിക്കുക. ഹജ്ജിന്റെ തൊട്ടുമുമ്പ് വരും, ഒറ്റൊന്ന് മുടി കളയൽ കുറവായി, മുടി എടുക്കല് കുറവായിരിക്കും, പേരെന്തെങ്കിലും വിട്ടിട്ടുണ്ടാവുള്ളൂ. ഹജ്ജ് കഴിഞ്ഞ് പിറ്റേന്ന് പോരും ചെയ്യും. അപ്പൊ മൗലവി നമുക്ക് എന്താപ്പോ, അവർ തരുന്ന പൈസ അല്ലേ. അപ്പൊ AP പറഞ്ഞു, ബാബുസേട്ട നമുക്ക് ദീനി സംഘടനകൾക്ക് നടത്താൻ പറ്റില്ല, നമുക്കൊരൊറ്റ ഹജ്ജ്, അതിൽ വലിയ പൈസക്കാരനും പോരാ, ചെറിയ ഇങ്ങനെ ഒരുക്കൂട്ടി ഉണ്ടാക്കിയവനും പോരാ, അതെ ദീനി സംഘടനകൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു തത്വമാണ് ഞാനിവിടെ പറയുന്നത്. പ്രസിഡന്റ് സെക്രട്ടറി പോലുള്ള ക്രമീകരണം പാടില്ല എന്ന് താങ്കൾ പറയുന്നു, തെളിവെന്ത്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രസിഡന്റിന് അധികാര സ്ഥാനങ്ങൾ ദീനി സംഘടനയിൽ പാടില്ല. പരസ്പര സഹായം സഹകരണേ പാടുള്ളൂ. ഞാൻ നേരെയാള്, ഞാൻ പറയുക നീ അനുസരിക്കുക, ഞാൻ നേതാവ് നീ അനുയായി, അത് പാടില്ല. എല്ലാവരും അങ്ങോട്ടും കൊണ്ട് സഹായിക്കുക. നല്ല കാര്യങ്ങളിൽ പരസ്പര സഹായ സഹകരണം, അത് മാത്രമേ പാടുള്ളൂ. അധികാരം ആർക്കും ആരുമേലും ഇല്ല. ഞാൻ മേൽഘടകമാണ്, കീഴ്ഘടകത്തിന് ഞാൻ അധികാരമുണ്ട്, നിങ്ങളോട് വിശദീകരണം ചോദിക്കാൻ അധികാരമുണ്ട്, നിങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ട്. ആ അധികാരപ്പണി ഇതിൽ പറ്റില്ല, അത് ദീനി സംഘടനയിൽ പാടില്ലാത്ത. അത് ഭരണഘടനയിൽ തന്നെ ഉള്ളതാണോ? പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഭരണഘടനയിൽ തന്നെ നിർവചിച്ചിട്ടുണ്ട്. സെക്രട്ടറിയുടെ അധികാരങ്ങൾ അത് നമ്മളെ വേണമെന്നില്ല. അതൊക്കെ ഇവിടെ ഇപ്പൊ നമ്മള് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിണ്ടാക്കണം. അതിന്റെ അക്ഷരങ്ങളെ നമ്മൾ പൂജിക്കേണ്ടതില്ല. അത് ഗവൺമെന്റിന്റെ അടുത്ത് പെർമിഷൻ കിട്ടാനുള്ള ഒരു ചട്ടക്കൂട് മാത്രമാക്കിയാൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ ദീനിയായിട്ടത് കണ്ടാൽ മതി. ഒരു അമീറും നായിബ് അമീറും ബാക്കിയൊക്കെ ശൂറാംഗങ്ങളായാൽ മതി, ഒരു പ്രശ്നമല്ല. അമീർ ദീനി പണ്ഡിതനായിരിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്ത്രീകൾ പുരുഷന്മാരെ വീഡിയോ പ്രസംഗം കേൾക്കുന്നുണ്ടാകില്ല എങ്കിൽ നബിയുടെ പ്രസംഗം നബി നേരിട്ട് സ്ത്രീകൾ കേട്ടിരുന്നില്ലേ? വീഡിയോയിൽ നോക്കി നിൽക്കണമായി നബി. എങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കിക്കോ? ഒരു പുരുഷൻ പ്രസംഗിക്കുമ്പോൾ പെണ്ണിങ്ങനെ നോക്കി നോക്കാൻ പാടില്ലല്ലോ. കേൾക്കാം. ഫോട്ടോ ആകുമ്പോൾ നോക്കണീന് തടസ്സം ഉണ്ടാവുമോ? ജീവനുള്ള ഒരാളെ നോക്കുന്നതല്ല ഫോട്ടോ. അപ്പൊ അത് ഫിത്തന ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ്. ഫിത്തന വരാതിരിക്കാൻ അങ്ങനത്തെ ഫിത്തനകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വീഡിയോകളിലേക്കുള്ള കുറെ വീഡിയോകളുണ്ടല്ലോ, പലതരം വീഡിയോകളും ഇവിടെ നടക്കുന്നുണ്ടല്ലോ. പല പെണ്ണുങ്ങൾക്കും പല പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കൗൺസിലിങ്ങിനൊക്കെ പോയാല് ചില പ്രഭാഷകരാണ് അവരെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കൗൺസിലർമാർ പറയും, നമ്മളെ പ്രഭാഷകരെ കൊണ്ടൊന്നില്ല, വേറെ കുറെ പ്രഭാഷകർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. നേരിട്ടാണെങ്കിലും പുരുഷന്മാർ സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്നത് നേർക്ക് നേരെ എന്നാകുമ്പോൾ ഒഴിവാക്കേണ്ടതാണ്. ഖുർആൻ ക്ലാസ് ആയാലും ദഅവാ പരിപാടി ആയാലും ഒക്കെ സ്ത്രീകൾ നേരെ മുമ്പിൽ നിന്നിട്ട് പുരുഷന്മാർ ക്ലാസ് എടുക്കാനുള്ള ഫിത്തനയാണത്. പെണ്ണുങ്ങളും സ്ത്രീകളും മുഖം മറക്കുന്നില്ല. മുഖം മറക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത്രയെങ്കിലും എന്തില്ല, ഫിത്തന കുറയും. ഇതൊന്നുമില്ല. ഇത് കേരളത്തിന് മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് സെൽഫികൾ എവിടെ അനുവദിക്കുന്നേ ഇല്ല. പുരുഷന്മാരെ ബാക്കിൽ നിൽക്കാം, ഇയാളതിന്റെ അടുത്തേക്ക് പോകാതെ. കുറെ ദൂരെയാണെങ്കിൽ കുഴപ്പമില്ല. മുഖം മറക്കുന്ന കാര്യം ഭൂരിഭാഗം പണ്ഡിതന്മാരും നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി മറ്റു ചില പണ്ഡിതന്മാരും നിർബന്ധമല്ല, നല്ലതാണ്, കൂലി കിട്ടുന്നതാണ്, മുസ്തഹബാണെന്നാണ് പറഞ്ഞത്. സുബൈർ മങ്കടയുടെ ക്ലാസ് കേൾക്കുന്നത് കുഴപ്പമില്ലെന്ന് താങ്കൾ കോഴിക്കോട് പ്രസംഗത്തിൽ പറഞ്ഞത് ശരിയാണോ? അദ്ദേഹം സലഫിയാണോ? അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നത് ശിർക്കാരോപണം വരുന്നത് വരെ നമ്മൾ അനുകൂലിച്ചിരുന്നു. ശിർക്കാരോപണത്തിൽ അദ്ദേഹം പങ്കെടുത്തോടെ ഇനി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ തനിച്ച വിദേഹത്തിന്റെ സ്വഭാവത്തിലേക്ക് അദ്ദേഹം പോയി. അതുവരെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാം, പക്ഷെ സംഘടനക്ക് ഒരു കുത്തുണ്ടാവും, അത് ശ്രദ്ധിച്ചാൽ മതി. കാരണം കിതാബ് വായിച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കുമല്ലോ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ പുറത്തുള്ള ആളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ശിർക്കാരോപണവുമായി അദ്ദേഹം രംഗത്ത് വന്നതോടുകൂടി ഫോക്കസുകാരുടെ കൂടെ ശിർക്കാരോപിക്കാൻ ചേർന്നതോടെ തനിച്ച വിധേയ കക്ഷിയുടെ സ്വഭാവത്തിലേക്ക് അയാൾ പോയി. ഇയാളെ ക്ലാസ് കേൾക്കാൻ പറ്റില്ല. വിദ്യകളില്ല, പിന്നെ മലക്കുകളുടെ പേരിൽ ആരോപിച്ച്. ഇവിടെ ഉള്ള വ്യക്തികളുടെ പേരിലല്ലേ പറഞ്ഞേ? ആരോപണം എന്നല്ല, ഉള്ളതാണ്, അത് പറഞ്ഞതാണ്. വ്യക്തമായ തെളിവ് നമ്മളിലുണ്ട്, ഇഷ്ടംപോലെ ക്ലിപ്പുകളുണ്ട്. താങ്കളടക്കമുള്ള 20ഓളം പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായി ഒപ്പിട്ട തീരുമാനത്തിന് ധിക്കരിച്ച് പരസ്യപ്രസ്ഥാനം നടത്തി ആദ്യം താങ്കളല്ലേ. ഇതെല്ലാം മറ്റേ കോക്കസുകാരെ വർത്താനാണ്. ഞാൻ അങ്ങനെ ഒരു ഒപ്പ് എവിടെ ഇട്ടിട്ടില്ല.
യോഗത്തിന് ചെന്നപ്പോ യോഗത്തിന് ചെല്ലുമ്പോൾ ഒരു ഒപ്പിടിക്കുമല്ലോ, അതിന്റെ അർത്ഥം പിന്നെ ശേഷം വരുന്നതിനൊക്കെ ഈ ഒപ്പ് ബാധകാന്നാ. എന്താ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒപ്പിടലുണ്ടായി. ഇവരെ ഇതൊക്കെ മറ്റവരെ ഒപ്പിടിക്കുക, പിന്നെ എന്താ മറ്റേ നടപടിക്രമം, അതൊക്കെ ഇപ്പൊ പിന്നെ തുടങ്ങി. അങ്ങനെ യാതൊന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം തെറ്റാണ്. 19-ാം തീയതിയാണ്, നവംബർ 19-നാണ് ഞാൻ കത്ത് കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ 28-ാം തീയതിയാണ് ഞങ്ങൾ രണ്ടു കൂട്ടർ രചനയും അതുപോലെ ദേവാസമിതിയും കൂടിയിരിക്കുന്നത്. ആ കൂടിയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനേതായാലും തൽക്കാലം കത്ത് തന്നിട്ട് മാറി നിൽക്കുകയാണ്, എനിക്കിപ്പോ കുറച്ച് വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞേക്കും, ഞാൻ തൽക്കാലം മാറിയിരിക്കുകയാണ്. അപ്പൊ പല ആളുകളും പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല, മാറിയിരിക്കരുത്, ഉള്ളിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഞാൻ തൽക്കാലം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പിന്നെ ചില ആളുകൾ പിന്നെ വളരെ പ്രയാസപ്പെടുകയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ക്ലാരിറ്റി കിട്ടണം. നിങ്ങൾ മാറി വീട്ടിൽ നിൽക്കൊന്നുമില്ലല്ലോ, നിങ്ങൾ ആരൊക്കെ വിളിച്ചാൽ പോകും, എവിടെയൊക്കെ പോകും, എന്തൊക്കെ പറയും, നമ്മുടെ സംഘടനാ വേദിയിൽ വരൂ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ നമ്മുടെ സംഘടനാ വേദിയിൽ വന്നാൽ, നിങ്ങൾ മലപ്പുറത്ത് പ്രസംഗിച്ച പോലെ സംഘടന ഷർത്തും മറ്റൊക്കെ പ്രസംഗിച്ചാൽ ഞങ്ങൾ മറുപടി പറയും, ഞങ്ങൾ ഗണ്ണിക്കും. അപ്പോ നിങ്ങൾ നമ്മുടെ സംഘടനാ വേദിയിൽ നമ്മുടെ നിലപാടിലേക്ക് നിങ്ങൾ വരുന്നില്ലേ, നിങ്ങൾ മാറിയിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എണീറ്റു. ഇതുവരെ നിങ്ങൾ പറഞ്ഞൊക്കെ കരച്ചിലുണ്ടൊക്കെ സ്നേഹം, ഇപ്പൊ പറഞ്ഞാണ് ശരി. ഞാൻ സംഘടനാ വേദിയിൽ വന്നാൽ ഒരു മറുപടി പറയും, ഗണ്ണിക്കുന്നതാണ്. ഞാൻ വരുന്നില്ല. അതുപോലെ ഞാൻ വരിക, നിങ്ങൾ മറുപടി അറിയാം, ജനങ്ങൾക്ക് ആശയക്കുഴപ്പം വേണ്ടല്ലോ, ഞാൻ വരുന്നില്ല. അപ്പൊ പിന്നെ ശരി, സംഘടനാ വേദി അല്ലാത്ത വേദിയിൽ വന്നാൽ നിങ്ങൾ എന്തൊക്കെ പറയും അതും പറയണം. അപ്പൊ ഒരാൾ പറഞ്ഞ്, ഞാനെന്ത് ചോദ്യ, മൂപ്പരിപ്പോ നമ്മളോട് പറഞ്ഞല്ലോ, നമ്മളെ വേദിയിൽ വരുന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതൊക്കെ സമ്മതിച്ചില്ല വരില്ലാന്ന്. പിന്നെ നിങ്ങൾ കുത്തി ചോദിക്കണം, എന്താ അതൊരു നിലപാടല്ല, അതിനോട് ചോദ്യം ചെയ്യാൻ പറ്റുമോ? അപ്പൊ പിന്നെ വേറെ രണ്ടാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിട്ടുന്നോട്ടെ, അതിനെ നല്ലത്, എന്നാ കത്തൊക്കെ നമുക്ക് താഴെ തലത്തിൽ കൊടുക്കാം. അപ്പൊ ഒരാൾ കത്ത് കൊടുക്കണ്ട. അപ്പൊ 26 ആൾക്ക് അരിഞ്ഞതും പോണ്ടാറിഞ്ഞതൊന്നല്ല, പോണേക്ക് പോയിക്കോട്ടെ, അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് പോണേക്ക് പോയിക്കോട്ടെ. ഓരോ ഒപ്പിട്ടിട്ടില്ല. യോഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം പങ്കെടുത്തോലൊക്കെ ഒപ്പിടൂലേ, ആ ഒപ്പിടല് മാത്രം ഉണ്ടായിട്ടുള്ളൂ. 28-ാം തീയതി സംയുക്ത മീറ്റിംഗിൽ പ്രത്യേകിച്ച് ഒരു ഒപ്പിട്ടിട്ടില്ല. അതാ റോഹിനതി പഠിക്കേണ്ടി ചോദിച്ചു നോക്കി. യോഗത്തിൽ ഇല്ല, യോഗത്തിൽ പങ്കെടുത്ത ഒപ്പല്ലാതെ വേറൊരു ഒപ്പിട്ടിട്ടില്ല. മിനിറ്റ്സ് അവിടെ ഉണ്ടായ സംഗതികൾ എല്ലാതും മിനിറ്റ്സിൽ ഉണ്ടാവില്ലോ. ഈ പറഞ്ഞ നിങ്ങൾ മിനിറ്റ്സ് കേട്ടോ, ഈ 3 ആള് ഈ പറഞ്ഞ കേട്ടോ, കുറെ കാര്യങ്ങൾ എഴുതി. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും എഴുതലില്ല. യോഗത്തിലെടുത്ത തീരുമാനം അവിടെ വായിച്ചു കേൾപ്പിച്ചല്ലാതെ എപ്പോ ഈ വായിക്കുന്ന നീണ്ട മിനിറ്റ്സ് ഉണ്ടോ, അതൊന്നുമില്ല. അങ്ങനെ മിനിറ്റ്സ് എഴുതലുമില്ല. നിങ്ങളെ കേട്ടത് യോഗത്തിന് മറ്റോ അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ കരഞ്ഞു, മറ്റോ കണ്ണീരൊലിപ്പിച്ച്, അതൊക്കെ മറ്റാള് അത്രേമാസരത്തിന്റെ നടപടിക്രമം ഉണ്ടല്ലോ, അതിന് തുടക്കുകയാണ് ഇപ്പോ. പിന്നെ പല കാര്യങ്ങളും ചോദിക്കുന്നത് ഒന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ സമൂഹത്തില് മിക്സഡ് കോളേജില് പഠിക്കുന്നില്ലേ, നിങ്ങളെ കുട്ടികളും പഠിക്കില്ലേ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒരു സംവിധാനം ഉണ്ടാകുന്നത് വരെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എന്റെ സൂക്ഷ്മതക്ക് വേണ്ടി ഞാൻ കോളേജിൽ നിന്ന് മാറിയിരുന്നു എന്ന് മാത്രം. അത് ഓരോരുത്തർ സൂക്ഷ്മതക്ക് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല. ചില ആളുകൾ പരിഹസിക്കാണ്, അങ്ങനെ ട്രെയിനിൽ കയറാൻ പറ്റുമോ, ബസ് കയറാൻ പറ്റുമോ, അതൊന്നും ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഒരു ആയിക്കോട്ടെ, പണ്ഡിതന്മാർ തമ്മിൽ യോജിച്ചിരിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളെ ഏർപ്പാടുണ്ടായിക്കോളി, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. പലരോടും പറഞ്ഞിട്ടുണ്ട്, പലരും വിളിച്ചു വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തർക്കമുള്ള വിഷയങ്ങൾ സലഫി ഉലമാക്കളുടെ മുമ്പിൽ ചർച്ച ചെയ്യാനും ഞാൻ റെഡിയാണ്. ഇപ്പോഴുള്ള പള്ളികളും സ്ഥാപനം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ആദർശം പ്രവാഹം ചെയ്യാൻ വേദികൾ ഉണ്ടാവില്ല. ലക്ഷങ്ങൾ കൊടുത്ത് നമ്മുടെ പ്രവർത്തകർക്ക് നിലനിർത്തേണ്ടതിന് ഇലക്ഷൻ വരെ കാത്തു നിൽക്കാമല്ലോ. ഇലക്ഷൻ വരെ കാത്തു നിൽക്കുന്നതിനൊന്നും പുതിയ സംഘടന ഉണ്ടാക്കുമ്പോൾ ഷർത്ത് പാലിക്കണം എന്ന് ഞാൻ പറഞ്ഞ എന്താ ഇത്? ഞാൻ അപ്പൊ തന്നെ നടപ്പിലാക്കണം എന്നല്ല. ഈ നമ്മൾ സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഷർത്തുകളോട് കൂടി ഉണ്ടാക്കേണ്ടതുള്ളൂ. ഇപ്പൊ നിലവിലുള്ള സെറ്റപ്പുകൾ അടിച്ചേൽപ്പിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഒരു സെറ്റപ്പ് അടിച്ചേൽപ്പിക്കാതെ ഈ ദേവത്വത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം.
സെറ്റപ്പുകൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുകയും ദേവാസമിതി അറിയാതെ പരിപാടി വെക്കാൻ പാടില്ല, സക്കരിയ സലാഹിയുടെ പുളിക്കൽ പരിപാടി ദേവാസമിതി അറിഞ്ഞിട്ടില്ല, കൊണ്ടോട്ടി പരിപാടി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റപ്പ് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ദേവത്ത് മുടക്കാൻ സെറ്റപ്പിന്റെ ആവശ്യമില്ല, ദേവത്ത് നടത്താനാണ് വേണ്ടത്. അപ്പൊ ദേവാസമിതി ഇല്ലാതെയും സെറ്റപ്പ് ഇല്ലാതെയും ഒരു കൊല്ലം പരിപാടികൾ നടന്നില്ലേ, ഇനിയും നടക്കട്ടെ, നിങ്ങൾ സെറ്റപ്പ് അടിച്ചേൽപ്പിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇലക്ഷൻ വരെ അടുത്ത ഇലക്ഷൻ വരെ ഒക്കെ കാത്തിരിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് പിന്നെ കുവൈത്തിലേക്ക് അയച്ചു കഴിഞ്ഞു, പൈസ വരാൻ തുടങ്ങി, ഇനിയിപ്പോ മാറ്റാൻ കഴിയില്ല എന്ന് പറയരുത്. അതിന് മുമ്പ് ഇപ്പോഴാണ് നമ്മൾ മാറ്റത്തിന്റെ സമയമാണ്, ഒരു ടേണിംഗ് പോയിന്റിലാണ് നമ്മളുള്ളത്. ഈ ടേണിംഗ് പോയിന്റിൽ എന്ത് മാറ്റം ഉൾക്കൊള്ളാൻ പറ്റിയ സമയം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. മുമ്പ് നമുക്കിപ്പോ ഈ ഷർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സംഘടന കൺട്രോൾ എപ്പിന്റെ ഡിപ്പിന്റെ അദ്രാമസമിതിന്റെ കഴിയില്ല. ഇപ്പൊ നമ്മളതിലാ കൺട്രോൾ, ഈ കൂട്ടായ്മയുടെ കൺട്രോൾ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഷർത്തുകൾ പാലിച്ച് പരമാവധി ശ്രദ്ധിച്ച് ഇനി കൂട്ടായ്മ രൂപീകരിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, നിലവിലുള്ള ഈ സെറ്റപ്പിൽ അഴിച്ചുപണി വേണം, അത് സലഫി ഉലമാക്കളുമായി ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനിക്കണം. രണ്ട്, കാര്യങ്ങൾ തുറന്നു പറയാൻ സംഘടന അനുവദിക്കണം. ചർച്ച ചെയ്തിട്ട് ഭൂരിപക്ഷം അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അനുവദിക്കില്ല. അതന്നെയാണ് 10 കൊല്ലം മറ്റൊരു പറഞ്ഞത്. അതെ, അതിനുള്ള കണ്ടീഷൻ എന്താണ്? ഈ രണ്ട് കണ്ടീഷൻ ഇപ്പോഴും വേറൊന്നുമില്ല. അത് സലഫി ഉലമാക്കളോട് ചർച്ച ചെയ്യണം നമ്മൾ. ഫിത്തനകൾ വരാതെ, ഇപ്പൊ ഫിത്തനകൾ വന്നല്ലോ നിലവിലുള്ള സംഘടനാ സംവിധാനം കൊണ്ട്, ആ ഫിത്തനകൾ വരാതിരിക്കാനുള്ള അഴിച്ചുപണി വേണം. തെരഞ്ഞെടുപ്പ് നിർബന്ധമായി പുനഃപരിശോധിക്കേണ്ട തന്നെയാണ്, മനസ്സിലായില്ലേ? പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയിലൊക്കെ അധികാരങ്ങൾ വരുന്നുണ്ട്, അധികാര സ്ഥാനങ്ങൾ വരുന്നുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പോസ്റ്റായിട്ട് ദുന്യവിയായ പല നേട്ടങ്ങളും, ഹജ്ജ് കമ്മിറ്റിയിൽ സീറ്റ്, ന്യൂനപക്ഷ കമ്മീഷൻ സീറ്റ്, വഖഫ് ബോർഡ് സീറ്റ്, എന്റെ കത്തിരി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, കത്ത് വായിച്ചെങ്കിൽ അതൊക്കെ കിട്ടുന്നൊരു പോസ്റ്റായി മാറിയിരിക്കുകയാണ്. പിന്നെ പണ്ഡിതന്മാരെക്കാൾ ഏറെ സംഘടന നയിക്കുന്നത് പണക്കാരാണ്. അതെന്തുകൊണ്ട് വന്നു? ജമിയത്തിലും അവിടെ താന്നു കിടന്നത് KNM-യാണ് സർവാധിപത്യം. അത് മാറണം. ഇപ്പൊ നമ്മൾ പഴയ സംഘടനാ സെറ്റപ്പിനെ തുടരാണല്ലോ. അതുകൊണ്ട് അതിൽ മാറ്റം വരണം, കാര്യമായ അഴിച്ചുപണി വേണം. ഇപ്പൊ വന്നപ്പോഴല്ല, ഇത് ഉള്ളിൽ പറഞ്ഞു. 5-6 മാസം മുമ്പ് ഇത് ചർച്ച ചെയ്താണ്. ചർച്ച ചെയ്തപ്പോ ഒരു ദിവസം ഞാൻ ഇത് ദേവാസമിതിയിൽ പല വിഷയങ്ങളും ചർച്ചയായി. അങ്ങനെ ചർച്ചയായപ്പോ ദേവാസമിതിയിൽ പ്രമുഖനായ ഒരു അംഗം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക, നമ്മൾ നമ്മളെ വഴിക്ക് പോവുക, അതാ നല്ലത്. അപ്പൊ ഓരോരുത്തർ സപ്പോർട്ടും ചെയ്തു. ആഗസ്റ്റ് 18-ന് അത് കഴിഞ്ഞ് പിന്നെ അവർ ദേവാസമിതി മീറ്റിംഗ് വിളിക്കാറായി. ഞങ്ങളെ ഫോക്കസ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ മീറ്റിംഗ് വിളിക്കൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം അമീർ ഒതുക്കുങ്ങൽ, ഇസ്ലാഹിലെ അമീർ ഒതുക്കുങ്ങൽ പറഞ്ഞു, നിങ്ങളും നമ്മളെ കാര്യപ്പെട്ട ഒരാളെ കൂടി പറഞ്ഞു, അയാളും കൂടി ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടി ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹവും പറഞ്ഞു, എന്ത്, ഇങ്ങനെയാണെങ്കിൽ സലാഹി നമ്മൾ ഇവിടെ തന്നെ പിരിയാൻ നല്ലത്. നമ്മളിപ്പോ സംഘടന ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളെ വയ്ക്കു വയ്ക്കോളൂ, നമ്മൾ നമ്മളെ വയ്ക്കുക, അതാ നല്ലത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജാമിയൽ ഹിന്ദിൽ വെച്ച് വേറെ പ്രമുഖരുമായി ഈ ആള് കൂട്ടി ചർച്ച ചെയ്തു. ചർച്ച മസലാത്ത്. അപ്പൊ ചർച്ച തുടങ്ങി 3 മിനിറ്റ് തന്നെ ഇയാൾ പറയാം, സക്കരിയ ഈ മസലാത്ത് ചർച്ച, മസലാത്ത് ഇതൊന്നും അർത്ഥമല്ല. സക്കരിയാന്റേതായ സെലഫിയത്തോടെ കെട്ടിപ്പടുക്കാൻ അഭിപ്രായം ഉണ്ടെങ്കിൽ സക്കരിയ വേറെ പോയിക്കോ, അതിന് പറ്റിയാലും കൂട്ടിക്കോ, ഒരു വിരോധമല്ല. നമ്മളിപ്പോ ഏതായാലും സംഘടന ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എല്ലാ പണ്ഡിതന്മാരിലൂടെ നടക്കണം എന്നൊക്കെ സക്കരിയ പറയുന്നല്ലോ. അതൊക്കെ തരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അവിടെ സക്കരിയാന്റെ വഴി നോക്കാം, അതാ നല്ലത്. വെറുതെ മസലാത്ത് ചർച്ചയുടെ അർത്ഥമല്ല. അത് പറഞ്ഞ് പിന്നെ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ താഴെ തലത്തിൽ ഇങ്ങനെ പേര് പറയാതെ, മറ്റേ ഫോക്കസ് ചെയ്ത മാതിരി പേര് പറയാതെ ഇങ്ങനെ ദമ്മാജിയുണ്ട് ഇവിടെ, പിന്നെ വിവരങ്ങളുടെ വാദം കൊണ്ടുവരുന്നുണ്ട് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ യോഗങ്ങളിലൊക്കെ പറഞ്ഞ് ഫിത്തന ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ പരിപാടികൾക്ക് നിയന്ത്രണമായി. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കത്ത് കൊടുത്ത് മാറിയത്. അപ്പൊ 6 മാസം കൊണ്ട് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. കുറെ ചർച്ച ചെയ്താണ്, ചർച്ച ചെയ്യാത്തൊന്നല്ല. ജന്നിറക്കാൻ കേന്ദ്രം ഉണ്ടാക്കണം താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? വേണ്ട, എല്ലാ പള്ളിയും മദ്രസും വീട്ടിലും ഒക്കെ ഇറക്കണം എന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേക കേന്ദ്രം ഒന്നും വേണ്ട. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ എഴുതി കിട്ടിയിട്ടുള്ളത്. ഏതായിരുന്നാലും
ഇപ്പോഴത്തെ അവസ്ഥ ഭിന്നത ഉണ്ടായി, ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമോ? ഇപ്പോൾ ഭിന്നത പരസ്പരം രണ്ടായി പിരിഞ്ഞിരിക്കുന്നത്, ഇത് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ആ ആ ആ ആ ആ ഞാൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് മാത്രം എടുത്തതല്ല, പല ഫത്വകളിൽ നിന്നും എടുത്തതാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞ ഷർത്തുകളുമാണ്. ഞാൻ വായിച്ച ഗ്രന്ഥത്തിൽ മൂപ്പര് പറയുന്നത് ആ ഗ്രന്ഥകാരൻ യഥാർത്ഥത്തിൽ ശുറൂത്തോടു കൂടിയും ജായിസ അല്ല എന്ന് പറയുന്ന ആളാണ്. സംഘടനകളൊക്കെ തെറ്റാന്ന അഭിപ്രായക്കാരനാണ്. അയാള് സംഘടന വേണമെന്ന് പറയുന്നവരുടെ ഒരു ന്യായം എടുത്തു കൊടുത്തത്, ചില പണ്ഡിതന്മാർ ഇത് ജായിസാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ഇവർ പറയുന്നുണ്ട്, ശുബ്ഹത്ത്. അതിന് ജവാബ് എന്നിട്ട് അദ്ദേഹം പറയാണ്, പണ്ഡിതന്മാരാരും നിരുപാധികം സംഘടന ജായിസാന്ന് പറഞ്ഞിട്ടില്ല, അവർ ഇങ്ങനെ ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഷർത്തുകൾ പണ്ഡിതന്മാർ വെച്ചാണ്. ലജ്നാദായ്മ വെച്ചിട്ടുണ്ട്, അൽബാനി വെച്ചതുണ്ട്, ഫൗസാൻ വെച്ചതുണ്ട്, ഒക്കെ ഉണ്ട്. അതില്ലാതെ നിഷേധിക്കട്ടെ. ആ പല പണ്ഡിതന്മാരും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞവരിവിടെ ചോദിച്ചല്ലോ, സമീഹി വായിച്ചില്ലേ, സുഹൈമി, മദീനയിലെ സുഹൈമി, അതെപ്പോ അവിടെ കൊടുത്തിട്ടത് വായിക്കാൻ പറ്റും. ഷർത്ത് 1, ഷർത്ത് 2, ഷർത്ത് 4 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ജമിയത്ത് ഹിയാത്തുറാത്തിന്റെ മൻഹജിൽ നിന്ന്, ഇപ്പൊ നമുക്ക് മൻഹജ് തയ്യാറാക്കാൻ നമ്മൾ അവലംബിക്കാൻ തീരുമാനിച്ചത് ജമിയത്ത് ഹിയാത്തുറാത്തിന്റെ ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അവർ തന്നെ പറഞ്ഞത് എന്താ, ഞാൻ ആ ഭാഗം മാത്രം കേൾപ്പിക്കാം. മൗഖിഫുനാ മിൻ ജമാഅത്തി ദഅവ, പ്രബോധക സംഘങ്ങളെ കുറിച്ചുള്ള നമ്മുടെ നിലപാട്. ഹിയാത്തുറാത്ത് അവിടുത്തെ സംഘടന, പിന്നെ മൊത്തത്തിൽ ലോകത്തുടനീളമുള്ള പ്രബോധക സംഘങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ പൊതു നിലപാട് എന്ന് പറയാണ്. അല്ലദീ നറാഹു, ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്, അന്നൽ അമലൽ ജമാഇ മശ്റൂഉൻ, സംഘടിത പ്രവർത്തനം ശറഅ് അംഗീകരിച്ചതാണ്, വിഫ്ക ലവാബിത, ചില വ്യവസ്ഥകൾക്ക് വിധേയമായി. അപ്പൊ വ്യവസ്ഥകൾ ഉണ്ടെങ്കിലേ അംഗീകരിക്കൂ. അപ്പൊ ഷർത്താണോ? അല്ലേ? വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ശറഅ് അംഗീകാരമില്ല. കണ്ടോ, ഇത് വായിച്ചില്ല, എന്നിട്ട് മറ്റത് വായിച്ചത്. ഇവിടെ ഹുക്മുൽ അമലുൽ ജമാഇ എന്ന പുസ്തകത്തിൽ 7 ഷർത്ത് ഞാൻ വായിച്ചിരുന്നു. അത് ലവാബിത്താണ്, ഷർത്തല്ല. ലവാബിത്ത് എന്ന് പറഞ്ഞാൽ സംഘടന ഉണ്ടായതിനു ശേഷം പാലിക്കേണ്ട കാര്യങ്ങളാണ്. ശരി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോഴാണ് കേട്ട്, ഇതിനു മുമ്പ് കേട്ടിന്നോ? സംഘടന ഉണ്ടായാൽ അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല. ചില വ്യവസ്ഥകൾ, ചില നിയമവ്യവസ്ഥകൾ പാലിക്കണം. മാത്രല്ല, ആ വ്യവസ്ഥകൾ പാലിക്കൽ നിർബന്ധമാണോ? പാലിച്ചില്ലെങ്കിൽ ആ സംഘടന പ്രവർത്തിക്കാൻ പറ്റുമോ? അതിനു കൂടി ഒരു മറുപടി വേണം. അത് ചോദിക്കണം. നിങ്ങൾ പറഞ്ഞപ്പോ ശുറൂത്ത് എന്ന് പറഞ്ഞാൽ സംഘടന ഉണ്ടാകുന്നതിനുള്ള നിബന്ധനയാണ്. അതില്ലെങ്കിൽ സംഘടന ജായിസാവില്ല. ശരി, അങ്ങനൊന്നും ഇല്ല, ഷർത്തില്ല, ലവാബിത്തുള്ളൂ. ലവാബിത്ത് എന്താ? സംഘടന ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാകേണ്ട നിബന്ധനകൾ, നിയമവ്യവസ്ഥകൾ. അത് പാലിക്കൽ നിർബന്ധമാണോ? പാലിച്ചില്ലെങ്കിൽ എന്താ സ്ഥിതി? ഒരു നിബന്ധന എന്താ അറിയോ? ഒരു ലവാബിത്ത്, അതിന്റെ എല്ലാ മാർഗങ്ങളിലും ശരീഅത്ത് മുറുകെ പിടിക്കണം. അത് പാലിക്കണോ? പാലിക്കണ്ടേ? അത് വേണമെങ്കിൽ പാലിച്ചതില്ലേ, പാലിച്ചോളൊന്നൊന്നുമില്ല. പിന്നെ കുറ്റകരമായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കരുത്, പക്ഷപാതിത്വത്തെ സഹായിക്കരുത്. അതോ പാലിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയാണോ? ഇതൊക്കെ വെറുതെ പദക്കസർത്ത. ഇത് ശുറൂത്തുകളോട് കൂടി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ശുറൂത്ത് എന്ന് പറഞ്ഞാലും ലവാബിത്ത് എന്ന് പറഞ്ഞാലൊക്കെ തന്നെ. ഇപ്പോ ഇത് മൻഹജുൽ ദഅവയിൽ ഇവർ പറയുന്നത് ഒന്നാമത്തെ ലാബിത്ത് എന്താണ്? അൻ യകൂനൽ ഇജ്തിമാഉ വൽ കിതാബി വസ്സുന്ന, സംഘം ചേരേണ്ടത് കിതാബിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വഹദി സലഫ് സാലിഹ്, സലഫ് സാലിഹുകളുടെ ചര്യയുടെ അടിസ്ഥാനത്തിലും. അപ്പോൾ സംഘം ഉണ്ടാക്കാൻ പോകുന്നതിന് ആദ്യം പറയുന്നത്, നമ്മൾ ഏതെങ്കിലും മദ്ഹബിന്റെ പേരിലോ ഏതെങ്കിലും വ്യക്തി ശൈഖിന്റെ പേരിലോ ഏതെങ്കിലും തരീഖത്തിന്റെ പേരിലോ എന്നല്ല നമ്മൾ സംഘടിക്കുന്നത്. നമ്മൾ സംഘടിക്കുന്നത് കിതാബിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാകണം. അതാദ്യം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. താല്പര്യങ്ങളുടെ പേരിൽ സ്ഥാപിക്കപ്പെടാവതല്ല. അപ്പൊ സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? എന്തെങ്കിലും താല്പര്യങ്ങൾ, ഭൗതിക താല്പര്യങ്ങൾ, ഗ്രൂപ്പ് താല്പര്യങ്ങൾ, പാർട്ടി താല്പര്യങ്ങൾ അതിന്റെ പേരിൽ ആകരുത്. അപ്പൊ അല്ലാ യുഅസ്സസ, സ്ഥാപിക്കപ്പെടരുത്.
അപ്പൊ സ്ഥാപിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കണ്ടോ? വ്യക്തികളോടുള്ള ഹിസ്ബിയത്ത് അത് പാടില്ല. വാഖദിൽ വലായി വൽ ബറായി അലൈഹി, ബന്ധം സ്ഥാപിക്കലും ബന്ധവിച്ഛേദനവും ഇതിന്റെ പേരിലാകാൻ പാടില്ല. അതാദ്യം പറയണം. നമ്മളിപ്പോ ഒരു സംഘടന ഉണ്ടാക്കാൻ സംഘടനയെ അംഗീകരിക്കുന്നവരോട് മാത്രം സ്നേഹബന്ധം, സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവരോടൊക്കെ വെറുപ്പ്, അത് പാടില്ല എന്ന് ആദ്യം പഠിപ്പിക്കണ്ടേ? അതാദ്യം ആ ഒരു അടിസ്ഥാനത്തിന്റെ പേരിലായിരിക്കണം സ്ഥാപിക്കപ്പെടേണ്ടത്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ആ സാങ്കേതിക അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു മറുപടി എപ്പോ ഞാൻ പറഞ്ഞത്? അത് ഷർത്തേ ഇല്ല എന്നാ പറഞ്ഞത്. പൊട്ടത്തരമാണ്, വങ്കത്തരമാണ്, അബദ്ധങ്ങളാണ്, അപശബ്ദമാണെന്നൊക്കെയാണ്. ഷെയ്ഖിന്റെ പ്രത്തുവയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. എന്നിട്ട് ഞാൻ വായിച്ചല്ലോ, ഷെയ്ഖിനോട് ചോദിച്ച ചോദ്യം. ഇതില് മൻഹജ്, ഈ മൻഹജ് ജമിയത്ത് ഇയ്യാത്തുൽ മൻഹജ് ഇബ്നു ബാസും അതുപോലെ തന്നെ പിന്നെ സാലിഹുൽ അബൂദും അൽബാനിയും ഒക്കെ അംഗീകരിച്ച. അപ്പൊ ഞാൻ വായിച്ചില്ല ഷർത്ത്, അത് ഇബ്നു ബാസ് അംഗീകരിച്ചതാ. ഇബ്നു ബാസിന്റെ കത്തന്നുണ്ട് ഇതിൽ. ഞാൻ ഈ മൻഹജ് വായിച്ചു, ഇത് ശരിയായ മൻഹജാണ്. മാത്രമല്ല ഇബ്നു ബാസിനോട് പിന്നെ സുഡാനിലുള്ള ഒരു കൂട്ടർ ചോദിച്ചു, ഞങ്ങൾ മംലക്കത്തുൽ അറബിയ സഊദിയയിലെ ജാമിഅകളിൽ നിന്ന് ഖിരീജ് ആയിട്ടുള്ള ബിരുദം നേടിയിട്ടുള്ള പണ്ഡിതന്മാരാണ്, അതുപോലെ വലിയ വലിയ മശായിഖുകളെ ഇൽമു നേടിയിട്ടുള്ളവരാണ്. ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ വലാകും പറാകും അതിന്റെ പേരിലായിരിക്കുകയില്ല. ഞങ്ങൾ അള്ളാന്റെ പേര് സ്നേഹിക്കും, അള്ളാന്റെ പേരിൽ വെറുക്കും. ഞങ്ങൾ അവിടെ ദഅവ രംഗത്ത് പ്രവർത്തിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ എല്ലാ ആളുകളോടും സഹകരിക്കും. ഞങ്ങൾ അവിടെയുള്ള സുഡാനിലുള്ള മറ്റ് സംഘടനകളുടെ തൻലീമുകളെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാ ഷർത്തുകളും പറഞ്ഞു. പണ്ഡിതന്മാരാണ് കമ്മിറ്റിയിലുള്ളത്. വലാവും പറാവും അതിന്റെ പേരിലായിരിക്കൂല, ഹിസ്ബിയത്ത് ഉണ്ടാവൂല. ഹിസ്ബിയ, പക്ഷപാതിത്വത്തിന്റെ പേരിൽ ബ്ലോക്കുകളായി നിൽക്കുന്നത് ഞങ്ങൾ അകന്നു നിൽക്കും. സ്നേഹബന്ധവും വെറുപ്പും ഇതിന്റെ പേരിലായിരിക്കൂല. ഇതൊക്കെ ചോദിച്ചപ്പോ ഇബ്നു ബാസ് പറയാണ്, നിങ്ങൾ ഈ മൻഹജുൻ സാലിഹുൻ, ഇത് നല്ല മൻഹജാണ്, ഇത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഇയാൾ പറഞ്ഞാൽ ഇബ്നു ബാസിന്റെ ഫത്വയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം അബദ്ധങ്ങളാണ്, വങ്കത്തങ്ങളാണ്. കിതാബിലേക്ക് ക്ഷണിക്കാൻ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. മാത്രല്ല മൂപ്പര് പറഞ്ഞ ഇഖ്വാനുൽ മുസ്ലിമീനി, തബ്ലീഗിനി, സലഫികളി ഒക്കെ ഹക്കിൽ സഹായിക്കണം എന്നാ മൂപ്പര് പറഞ്ഞത്. മൂപ്പരെല്ലാം ഒന്നായിട്ടേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായില്ലേ? വീഡിയോഗ്രാഫിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ആ ഞാന് വേദങ്ങൾ ഉദ്ധരിക്കുന്നതിനെ സംബന്ധിച്ച് ലജനന്റെ പറ്റി ഫത്വ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അതൊരു ചർച്ചയാക്കിയിട്ടില്ല. നമ്മുടെ ദൗറയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വരുന്നത് സാലിം ടൂറിസം വിളിച്ചു പറയുകയും കത്ത് കൊടുക്കാൻ വേണ്ടി നിച്ചിനോട് പറയുകയും അസ്കർ കൂട്ടൊക്കെ പെരിന്തൽമണ്ണ മീറ്റിംഗ് കൂടിയിട്ട് കത്ത് കൊടുക്കാന്ന് പറയും. ആ കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കണം. നമ്മളവിടെ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം നമ്മളെ നാട്ടിൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളാണ് ഉദ്ധരിക്കുന്നത്. മറ്റത് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഭാഗമായിട്ടാണ് ബൈബിള് വരിക. ഇത് ദൈവീക ഗ്രന്ഥാണെന്ന് യാതൊരു തെളിവില്ലാത്തതാണ്. മറ്റത് മാറ്റിമറിക്കപ്പെട്ടതാണെങ്കിലും അസിലെന്താണ്? ദൈവികമാണ്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ വീഡിയോഗ്രാഫിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോയും വീഡിയോഗ്രാഫിയും ഒക്കെ പണ്ഡിതന്മാർ വളരെയേറെ എതിർത്തിട്ടുള്ള സംഗതിയാണ്. ചില പണ്ഡിതന്മാർ മാത്രമാണ് പ്രസംഗങ്ങളും ക്ലാസ്സുകളും വീഡിയോയിൽ പകർത്തുന്നതിന് കുഴപ്പമില്ല, അതിനൊരു മസ്ലഹത്തുണ്ടല്ലോ എന്ന നിലക്ക് അംഗീകാരം നൽകിയത്. പക്ഷെ അവരും പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മതക്ക് നല്ലത് ഒഴിവാക്കുന്നതാണ്. അത് നമ്മൾ ആ ഒരു മസ്ലഹത്തിന് വേണ്ടിയാണ് നമ്മുടെ ദഅവത്തിന്റെ കാസറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ അനുവദിച്ചിരുന്നത്. പക്ഷെ സൂക്ഷ്മതക്ക് നല്ലത് അത് ഒഴിവാക്കലാണ് എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ എടുക്കേണ്ടെന്ന് പറയലാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന് ഒറ്റ വീഡിയോ അല്ല. ഷെയ്ഖ് മുഖ്ബിലുൽ വാദഈ മറ്റൊരു മുഹദ്ദിസാണ്, അദ്ദേഹത്തിന് ഒറ്റ വീഡിയോ അല്ല. ഈ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് പലവട്ടം പറഞ്ഞു, നിങ്ങൾ ടി വിയിൽ വന്നിട്ട് ക്ലാസ് എടുത്താൽ ഈ മുബ്തദീങ്ങളൊക്കെ ക്ലാസ് എടുക്കണം, നമ്മളൊന്ന് വന്നൂടെ. അദ്ദേഹം ഞാൻ ടി വിയിൽ വരില്ല, നിങ്ങൾ റേഡിയോ തുടങ്ങിക്കോ, എൻ്റെ സൗണ്ട് കേട്ടോ, അത് മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം തസ്വീർ,
ചിത്രമെടുക്കൽ എന്ന സംഗതി അതിലുണ്ട്. കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, ചിത്രമെടുക്കുന്നവരൊക്കെ നരകത്തിലാണ്. അസദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നത് ചിത്രമെടുക്കുന്നവരാണ്. അപ്പൊ പിന്നെ ഒരു വാദം വന്നു, കൈകൊണ്ട് വരക്കണേനാണ് തെറ്റ്, ക്യാമറയാകുമ്പോ കുഴപ്പമില്ല. അത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഗണ്ണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷെയ്ഖ് ബറാക്ക് വ്യക്തമായി ഗണ്ണിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു മെഷീൻ ഉണ്ടാക്കി ചിത്രം ഉണ്ടാക്കാൻ, നമ്മളുണ്ടാക്കിയ മെഷീനാണ്. എന്നിട്ട് ആ മെഷീൻ തുറന്ന് അതില് റീലിട്ട് അല്ലെ ഫിലിം ഇട്ട് അത് തെരിച്ച് റെഡിയാക്കി അടച്ച് പിടിച്ച്, ഇതൊക്കെ നമ്മുടെ പ്രവർത്തനമല്ലേ. ഇപ്പൊ ബിംബം ഉണ്ടാക്കാൻ ഒരു മെഷീൻ കണ്ടുപിടിച്ചു. ഇപ്പൊ പല ബിംബങ്ങളും മെഷീനാണ്. ഇപ്പൊ ലോക്കറ്റുമുള്ള യേശുവിന്റെയും കുരിശിന്റെ ഒക്കെ അതൊക്കെ മെഷീനാണ്, സ്വർണ്ണം കൊണ്ടല്ലേ അച്ചുണ്ടാക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് ജായിസാവോ ബിംബം ഉണ്ടാക്കല്? മെഷീൻ ഉണ്ടാക്കിയെന്നുള്ളത് നമ്മളുണ്ടാക്കുന്ന മെഷീനാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതുകാണ് സൂക്ഷ്മതക്ക് നല്ലത് അത് ഒഴിവാക്കലാണ്. ക്യാമറയുടെ പേര് ആലത്തു തസ്വീർ, സൂറത്ത് ഉണ്ടാക്കുന്ന ഉപകരണം എന്നാണ്. ആ നടക്കുന്ന പ്രവൃത്തിയുടെ പേര് തസ്വീർ, ചിത്രം എടുക്കൽ എന്നാണ്. അതുകൊണ്ട് കിട്ടുന്നത് എന്താ? സൂറത്ത്, ചിത്രം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് നല്ലത്. കാരണം അതില് ഹൈറിനേക്കാളേറെ ഷർറ് വരാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാർ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്പണായി ഹിജാബില്ല നടത്തുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഫോട്ടോയിൽ അനുവദിക്കപ്പെട്ടതാണ് ഐഡന്റിറ്റി കാർഡ്, ഇലക്ഷൻ കാർഡ്, ഇതൊക്കെ അപ്പം നിർബന്ധമായി ഇവിടെ വേണ്ടത്. അല്ലെങ്കിൽ ആൾമാറാട്ടം നടക്കും. ആ ആൾമാറാട്ടം നടക്കാതിരിക്കാൻ ഒരു തിന്മ തടയാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം ആവശ്യത്തിന്. അനാവശ്യമായ ഒരുപാട് ഫോട്ടോകൾ ഞങ്ങളൊക്കെ മൊബൈലിലുണ്ട്, ഇഷ്ടംപോലെ ഫോട്ടോ, വെറുതെ ഫോട്ടോ, കുട്ടിന്റെ ഫോട്ടോ, ഭാര്യന്റെ ഫോട്ടോ, എന്നിട്ട് ഇങ്ങനെ അത് റീലിട്ട്. പിന്നെ പല പെണ്ണുങ്ങളെയും ഫോട്ടോ ഉണ്ടാവും, പല ആണുങ്ങളെയും ഫോട്ടോ ഉണ്ടാവും, എന്നിട്ട് അതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒറ്റയ്ക്കിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഫിത്തനകൾക്കൊക്കെ ഇത് കാരണമാകും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ പ്രത്യേകിച്ച് ഫോട്ടോ തൂക്കിയിടുന്നത്, വീട്ടിലൊക്കെ ഫോട്ടോ തൂക്കിയിടുന്നത്, ആൽബങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അത് അത്യാവശ്യത്തിനാണ് നമ്മൾക്ക് പണ്ഡിതന്മാർ അനുവാദം നൽകിയത്. ഇപ്പോൾ കളിപ്പാട്ടം അനുവദിച്ചു. കളിപ്പാട്ടം എന്തിനാണ് അനുവദിച്ചത്? യഥാർത്ഥത്തിൽ തെറ്റായതാണ് ബിംബം, പക്ഷെ കുട്ടി കളിപ്പാട്ടം അനുവദിച്ചു. അവർ മനസ്സിലാക്കി അതുപോലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോൾ ജാമിയ മിദ്ദിന്റെ കലണ്ടർ ഇറക്കി, അതിൽ കുറെ ജീവനുള്ള ഒരു ഫോട്ടോ വന്നു അല്ലേ? ശ്രദ്ധക്കുറവുകൊണ്ട് വന്ന് തന്നെയാണത്, ശ്രദ്ധിക്കാത്ത തന്നെയാണ്. ഇപ്പൊ എന്നിട്ട് എന്താ പറഞ്ഞിരിക്കണേ? അതിമൊക്കെ മസി വെച്ചാളി. കാരണം പള്ളിയിലും വീട്ടിലും തൂക്കിടാൻ പറ്റൂല. കാരണം ഫോട്ടോ പിന്നെ വീഡിയോ ക്ലാസ്സും പിന്നെ പ്രസംഗമൊക്കെ എടുക്കാന്ന് പറഞ്ഞവർ പോലും എതിർത്ത കാര്യം എന്ത്? ഫോട്ടോ തൂക്കിയെടുക്കും. അതെല്ലാവരും എതിർത്ത കാര്യം ജീവനുള്ള വീട് ഫോട്ടോ. അതുകൊണ്ട് നമ്മള് മാസ്റ്റർ കോപ്പി വന്നപ്പോഴേ കണ്ടിട്ടും പിന്നെ ലാഘവ ബുദ്ധിയോടെ അത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ചവിട്ടിയിലൊക്കെ കോപ്പിയോ ചവിട്ടിയാക്കുക വേണ്ടത്. വിരിയിലൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ചവിട്ടിയാക്കാനാണ് റസൂല് പറഞ്ഞത്. കാരണം അതിന് നിന്ദിക്കൽ വന്നല്ലോ. തലയില്ലാതെ പിന്നെ റസൂലിനോട് പറഞ്ഞൊരു കാര്യമാണ് അതിന്റെ തല മുറിക്കുക. തല മുറിക്കാൻ ഇപ്പൊ ചിലരെന്താ ഇവിടെ ചെറിയൊരു കട്ടുണ്ടാവും, മനസ്സിലാവില്ല, തല വേറെടുത്തിരിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ല, തല ഒഴിവാക്കണം. താങ്കൾ ലജ്നയുടെ ഫത്വ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഏത് ലജ്നയുടെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി താങ്കൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ദഅവത്ത് നടത്തും. എല്ലാവരും അതുപോലത്തെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യാം. ഏതായിരുന്നാലും നിങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ പല ക്ലാസ്സുകളും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. ഇവിടെ 3 CD കിട്ടും. ഒന്ന് കൊണ്ടോട്ടി ഈ പ്രശ്നം കണ്ടാണെങ്കിൽ മുൻപ് ഞാനും ഫൈസൽ മുസ്ലിയാരും കൂടി മുജാഹിദുകളോട് എന്നിട്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. പിന്നെ മലപ്പുറത്ത് ഞാൻ ഷർത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ പ്രസംഗം. പിന്നെ കോഴിക്കോട് MSSൽ സലഫി ദഅവയെ കുറിച്ചാണ് നടത്തിയ പ്രസംഗം. അത് 3 കൂടി ഒരു CD, ഒക്കെ ഓഡിയോ CD-യാണ്. പിന്നെ രണ്ടാമത്തെ CD-യിൽ തിരുവനന്തപുരം, മഞ്ചേരി, കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്കടി, പാലക്കാട്, ഈ 4 കൂടി ഒരു CD. പിന്നെ ഒരു CD പിന്നെ ലാസ്റ്റ് ഇറക്കിയ ദാഴി മീറ്റ് 4.5 മണിക്കൂർ ഞാനും ഇദ്ദേഹത്തിന് 1.5 മണിക്കൂർ അത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഉടൻ ഇറങ്ങും കൊല്ലം, പെരിന്തൽമണ്ണ, പിന്നെ കണ്ണൂര് ഒന്നുകൂടി, അതുകൂടി ഇൻഷാ അല്ലാഹ് ഉടൻ ഇറങ്ങാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇത് ശാന്തമായി കേൾക്കുക. ഖുർആനും സുന്നത്തിനും എതിരായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഈ പറഞ്ഞ ജബ്ബാർ വലീദിന്റെ പ്രസംഗം ഞങ്ങളുടെ ആവേശത്തിൽ കേട്ടതാ. കാരണം അദ്ദേഹം നല്ല നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ഇൽമുള്ള ആളെന്നുള്ള നിലയ്ക്ക് പെന്നും കടലാസൊക്കെ എടുത്ത് അദ്ദേഹത്തെ പ്രസംഗം കഴിക്കുന്ന ആളാണ്. പക്ഷെ നിരാശയാണ് എനിക്കുണ്ടായത്. ആരൊക്കെയോ അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്
സാധാരണ ശൈലിയൊക്കെ വിട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അംഗത്വമാണ്, വിഡ്ഢിത്തമാണ്, അപശബ്ദമാണ്. അത് അദ്ദേഹത്തിന്റെ വാക്കിൽ വരാത്തതാണ്. ആരോ അദ്ദേഹത്തെ ബിജെപി കൊടുത്ത. പിന്നെ 2ാം പ്രസംഗത്തിലും 3ാം പ്രസംഗത്തിലും അബദ്ധ പരമ്പരകളാണ് പറ്റുന്നത്. ഏതായിരുന്നാലും എല്ലാവർക്കും അല്ലാഹു സന്മനസ് തോന്നിക്കുമാറാകട്ടെ. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സെറ്റപ്പ് മാറ്റിയിട്ടില്ലെങ്കിൽ അതിനോട് സഹകരിക്കാൻ പറ്റില്ല. ഈ സെറ്റപ്പ് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഈ സെറ്റപ്പിൽ ഒരു സംശയമല്ല എന്നാ പറഞ്ഞത്. ഈ സെറ്റപ്പിൽ ഒരുപാട് സംശയമുണ്ട്, ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടറിഞ്ഞതാണ്. അത് മാറ്റാൻ തയ്യാറില്ലേ അവരോട് സഹകരിക്കാൻ പറ്റില്ല. അവർക്ക് കഴിയുന്ന സെൽഫിയത്ത് കൊണ്ടുവന്നോട്ടെ, നമ്മൾ വേറെ ഒരു മിനിറ്റ് ഇദ്ദേഹം പ്രചരണം പലതും നടക്കും. സക്കരിയ സലാഹി കുബൂരികൾക്കും കോക്കസൽക്കൊക്കെയുള്ള മറുപടി നിർത്തി വെറും പള്ളിയുടെ മറ്റൊക്കെയുള്ള ക്ലാസ്സായി മാറി. ഓരോ സന്ദർഭത്തിൽ ഓരോന്നാണ് ആരോപണങ്ങൾ. ഇപ്പം ഇന്നലെ കോഴിക്കോട് പരിപാടി നടക്കണ്ടായിരുന്നു, അല്ല ഈരാറ്റുപേട്ട. അത് എന്തോ പെർമിഷൻ കിട്ടാത്ത പ്രശ്നം നടന്നില്ല. അത് വിഷയം തെരീക്കത്തും നബിദിനാഘോഷമായിരുന്നു. മിനിഞ്ഞാന്ന് കോഴിക്കോട് പ്രാർത്ഥന അല്ലാഹു നടക്കാം. അവിടെ TP വധക്കേസിന്റെ പേരിൽ പോസ്റ്റർ വരെ അടിച്ചൊക്കെ ഒരുങ്ങിയത് നടന്നില്ല. അതിന്റെ കുറച്ച് മുമ്പേ മണ്ണാർക്കാട് പ്രസംഗിച്ചു, ഹുബ്ബുർ റസൂലായിരുന്നു വിഷയം. അതിന്റെ കുറച്ച് മുമ്പ് കണ്ണൂർ പ്രസംഗിച്ചു, ഹുബ്ബുർ റസൂലായിരുന്നു വിഷയം. ചാവക്കാട് നിങ്ങൾ തന്നെ കേട്ടതല്ലേ. അപ്പോ എന്ത് ഇനിയിപ്പോ പെരുമ്പാവൂർ പഠിത്താഴ്ച ശരീരത്തിന് തനിതറുണ്ട് വിഷയം. ഇതെല്ലാം ആളുകള്. പിന്നെ വേറെ കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറെ കാലമായി ഈ ഇസ്ലാഹ് മാത്രം നടത്തുകയാണ്. ശിർക്ക് ബിദ്അത്തുകളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക. പക്ഷെ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ബോധ്യപ്പെട്ട് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് ദീനുണ്ട്. ഒരാൾ ശിർക്കും ബിദ്അത്തും തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ദീന് പൂർത്തിയായോ? ഹിദായത്ത് പൂർത്തിയായില്ല. അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ച് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ശിർക്കും ബിദ്അത്തും തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ദീനിന്റെ മറ്റു വിശദാംശങ്ങൾ പഠിപ്പിക്കുന്നതിന് ഇനി നമ്മൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, മറ്റു ദൈവത്തിന് അവഗണിക്കാതെ തന്നെ. വെക്കാം ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവരും വിഷയങ്ങൾ പഠിക്കുക, കേൾക്കുക. എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീൻ മുറുകെ പിടിക്കുക, സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും ദീൻ പാലിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ യഥാർത്ഥ ദീൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരായി മാറും. വലിയൊരു ആൾക്കൂട്ടത്തെ നമുക്ക് ഒന്നിച്ച് കൂട്ടിക്കൊണ്ടിറക്കാൻ പറ്റില്ല. ആൾക്കൂട്ടം കൂടുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ദീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ്, സെലഫികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ വരട്ടെ എന്നുള്ള ഉദ്ദേശമാണ് നിങ്ങൾക്ക്. യഥാർത്ഥത്തില് സംഘടനയുടെ നേതൃത്വത്തിൽ പണ്ഡിതന്മാരാകണം വരേണ്ടത് എന്ന് പറയാൻ കാരണം ദീനീ സംഘടനയാണ്. ദീനിന് വിരുദ്ധമായ ശർഇനെതിരായ കാര്യങ്ങൾ സംഘടനയിൽ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ആർക്കേ കഴിയുള്ളൂ? നാടന്മാർക്ക് കഴിയോ? അത് പണ്ഡിതന്മാർക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ദീനീ സംഘടന നേതൃത്വം ഉലമാക്കളായിരിക്കണം എന്ന് പറഞ്ഞു. ഉലമാക്കൾ എന്ന് പറഞ്ഞ ആരാ? ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ച് ഗവേഷണം നടത്താൻ കഴിവുള്ള, ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാരാണ്. അത്തരം പണ്ഡിതന്മാർ ഇവിടെ ഇല്ലെങ്കിൽ ഇജ്തിഹാദിന് കഴിവുള്ള ഗൾഫിലെ സലഫി ഉലമാക്കളുമായി നിരന്തരം ബന്ധപ്പെടാൻ കഴിവുള്ള ആളുകളാകണം. അതിന് കഴിവുള്ള പലരും ഉണ്ടല്ലോ. അബൂബക്കർ സലഫി അവിടെ പഠിച്ച ആളാ, ഷമീർ മദീനി അവിടെ പഠിച്ച ആളാ, ഹംസ മദീനി അവിടെ പഠിച്ച ആളാ. അപ്പൊ അങ്ങനത്തെ ആളുകൾ നിരന്തരമായി അവരായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവർക്ക് ഫത്വ വാങ്ങുകയും നിലവിലുള്ള ഫത്വകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനാകണം എന്നല്ല പറഞ്ഞത്. ഉദ്ദേശമൊക്കെ അവരെന്ത് തീരുമാനിക്കല്ലേ. എന്നോട് ആകാൻ പറഞ്ഞിട്ട് ഞാൻ ഒഴിവായി പോന്ന, എന്നോട് ചെയർമാൻ ആകാൻ പറഞ്ഞതാ, നിർബന്ധിച്ചാ ഞാൻ വേണ്ടാത്ത. ഞാൻ ചെയർമാൻ ആകാത്തല്ല അവിടുത്തെ പ്രശ്നം. അപ്പോ സലാഹി
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അസൂയയിൽ നിന്നും നമ്മളെല്ലാവരും രക്ഷിക്കട്ടെ. എനിക്ക് ആരോടും ഒരു അസൂയല്ല. അവരൊക്കെ നേതൃത്വത്തിൽ എന്നാൽ സഹകരിക്കുന്ന ആളാണ് ഞാൻ ഇന്നും വരെ തുടങ്ങിയല്ല സംഘടനാ പ്രവർത്തനം. കഴിഞ്ഞ 30 വർഷമായി ഞാൻ ഈ രംഗത്തുണ്ട്. ഞാൻ ISML മെമ്പർഷിപ്പ് എടുത്ത അന്ന് മുതൽ ISM സ്റ്റേറ്റ് കമ്മിറ്റിയുള്ള ആളാണ്. പ്രായം കഴിയോളം MSML മെമ്പർഷിപ്പ് എടുത്ത അന്ന് മുതൽ MSM സ്റ്റേറ്റ് കമ്മിറ്റിയുള്ള ആളാണ്. പ്രായം കഴിയോളം മനസ്സിലായില്ലേ. 2003 മുതൽ കേരള ജമിയത്തുൽ ഉലമയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംഘടനാ നേതൃത്വം എന്നും ഒരു ഭാരമായി കണ്ട ആളാണ് ഞാൻ. ഇപ്പോൾ IS വൈസ് പ്രസിഡന്റായി മടവൂരിൽ പിരിഞ്ഞ എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ അവരോട് പറഞ്ഞതാ, അത്യാവശ്യ മീറ്റിങ്ങിന് എന്നെ വിളിക്കാവട്ടോ. ഞാൻ നിർബന്ധമാണെങ്കിൽ, കാരണം എനിക്ക് വായിക്കലും പഠിക്കലും പ്രസംഗിക്കലും എഴുതലൊക്കെ എൻ്റെ പണി. അപ്പൊ പിന്നെ നമ്മൾ വേറെ ലൈനും സംഘടന വേറെ ലൈനും ആകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ നീക്കങ്ങൾ എനിക്ക് അറിയണമെന്ന് മാത്രം. പോളിസികൾ പ്രഖ്യാപിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രം വിളിച്ചാൽ മതി. അന്നും ഇന്നും എന്നും നമ്മുടെ നിലപാടാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴാണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ സന്ദർഭം. ഏത് മാറ്റത്തിനും പാകമായ ഒരു സന്ദർഭമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിപ്പോ പറയേണ്ട കാര്യങ്ങളല്ല. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഈ സമ്മേളനത്ത് അതുപോലെ ഉൾപ്പെടുന്ന വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കേണ്ട വിഷയത്തിൽ സലാഹിനെ ഏൽപ്പിച്ചിരുന്നോ? ഇല്ലല്ല, അങ്ങനെ ഞങ്ങൾക്ക് ചോദിക്കണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോ. ചോദ്യം അനാവശ്യമാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു രൂപത്തിൽ എനിക്ക് ഞാൻ ചോദിക്കാൻ, ഞങ്ങൾ എല്ലാവരും കൂടി ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കഴിഞ്ഞ ഒരു ഗൾഫിൽ പോയപ്പോഴേ ഞാൻ ചോദ്യം തയ്യാറാക്കി പോയിരുന്നു. ഞാൻ ഇനി ഒറ്റക്ക് നിൽക്കണോ, ഈ കൂട്ടായ്മയിൽ ചേരണോ? അപ്പൊ എന്നോട് സാധിക്കുക, നിങ്ങൾ ചോദിക്കല്ലേ, നമുക്ക് ലജ്ജിന് ഒന്നിച്ച് ചോദിക്കാം. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് ഏകവചനമൊക്കെ ബഹുവചനാക്കി കൊണ്ടുവന്നേ. അപ്പോ തന്നെ ചോദിക്കേണ്ട ആവശ്യമല്ല. ചോദിച്ചാൽ അവർ പല മറുപടിയാണ് കിട്ടുക. നേരെ വിരുദ്ധ മറുപടിയും കിട്ടും. ഒരാൾ മറുപടി വേറെ മറുപടി ആയിരിക്കും. അവർ കൊടുത്ത സാഹചര്യം തിരിയൂല. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചോ. എന്നിട്ട് എന്നെ ഇരുത്തിയിട്ട് അത് ഫദിലൊക്കെ പറയാണ്, ഗൾഫിലെ പണ്ഡിതന്മാർക്ക് കടത്തൂര സാഹചര്യം അറിയോ, പാലക്കാട്ടെ സാഹചര്യം അറിയോ, എന്തിനാ ചോദിക്കുന്നത്? ചോദ്യം ഇവിടെ മുമ്പേ സുബൈർ മങ്കട ചോദിച്ചിട്ട് ആ മറുപടി തന്നെ മതി. സുബൈർ മങ്കട മറുപടി നമുക്ക് മതിയാ. അപ്പൊ അതാണ്. അപ്പൊ ചോദിക്കണമെന്ന്. പിന്നെ ഇവിടെ സ്ത്രീ മുഖം മറക്കുന്നതാണ് നല്ലത്. പക്ഷെ ഭർത്താവിന്റെ സഹോദരങ്ങൾ മറ്റു ബന്ധുക്കളെ പ്രശ്നം വീട്ടിൽ വരുമ്പോൾ മുഖം മറക്കേണ്ടതുണ്ടോ? എന്ത് നിലപാട് സ്വീകരിക്കണം? ഭർത്താവിന്റെ സഹോദരന്മാരും മറ്റുമൊക്കെ അന്യപുരുഷനായി തന്നെയാണ് ഇസ്ലാം കാണുന്നത്. ഇന്ന് നിങ്ങളെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ അനിയനോ ജ്യേഷ്ഠയോ നിങ്ങളെ കെട്ടാം, സഹോദരിക്കും അല്ലേ? അപ്പോൾ അവർ അന്യപുരുഷന്മാർ തന്നെയാണ്. അവരുടെ മുമ്പിൽ സൂക്ഷ്മതയ്ക്ക് നല്ലത് മറ്റു പുരുഷന്മാരോട് സ്വീകരിക്കുന്ന അതേ നിലപാട് സ്വീകരിക്കലാണ്. പിന്നെ വീട്ടിനകത്താവുമ്പോൾ സ്വാഭാവികമായും പല പ്രയാസങ്ങളുണ്ടാകും. അത് ശ്രദ്ധിക്കാൻ സഹോദരിമാർ ശ്രദ്ധിക്കാം. സംഘടനയ്ക്ക് ഷർത്തുണ്ടെന്ന് താങ്കൾ പറയുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഹിസ്ബിയത്ത് എന്ന് പറയുന്നത്. ഷർത്ത് അംഗീകരിച്ചില്ലെങ്കിൽ ഹറാം എന്ന് പറയുന്നു. ഹിസ്ബിയത്ത് നമ്മുടെ MSMIC സംഘടനയിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ISMSMC സംഘടനയിൽ ഹറാമാണ്. ഹിസ്ബിയത്ത് ഉണ്ടെങ്കിൽ എന്നും ഹറാമാണ്, ഇന്നും എന്നും ഹറാമാണ്. സംഘടനയ്ക്ക് വേണ്ടി സത്യം മറച്ചു വെക്കുക, പ്രമാണങ്ങളിൽ ഉണ്ടായാലും ശരി സംഘടന പറയുന്നതാണ് നോക്കുക. സംഘടനയെ അംഗീകരിക്കുന്നവരോട് മാത്രം സ്നേഹബന്ധം സ്ഥാപിക്കുക, അല്ലാത്തവരോട് വെറുപ്പ്. സംഘടനയിൽ ഒരാളില്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ തന്നെ പുറത്തായുമായി പെരുമാറുക, അതൊക്കെ ഹിസ്ബിയത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുണ്ടോ? ഏത് സംഘടനയും ഹറാമാണ്. നടക്കുന്ന പ്രൊഫ്കോളിന്റെ പിന്നെ കോളേജിൽ കൊടുക്കുന്ന ബ്രോഷറിൽ ചുരുങ്ങിയത് 50ഓളം ഫോട്ടോകൾ വന്നിട്ടുണ്ട്. അത് ദാവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ ചോദിച്ചത് പറഞ്ഞത് പ്രൊഫ്കോളിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കോളേജ് അധികൃതർക്ക് കൊടുക്കുന്ന ബ്രോഷറാണ്. അത് നമുക്ക് എന്താണ് പ്രോഫ്കോണിനെ സംബന്ധിച്ച് നല്ലൊരു ലേഖനം കൊടുത്തു പോയി സംസാരിച്ചാൽ തന്നെ മനസ്സിലാകും. ഫോട്ടോ ഇല്ലെങ്കിലും മനസ്സിലാകും, വേണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? ഫോട്ടോ ഉണ്ടായാൽ മാത്രമേ മനസ്സിലാകുള്ളൂ എന്നുള്ളതൊക്കെ ഒരു ശാഠ്യം മാത്രമാണ്. യാതൊരു അർത്ഥമല്ല. അപ്പൊ 10 പേജുള്ള ബ്രോഷറിൽ 5 പേജും ഫോട്ടോ ഉണ്ട്. എത്രയോ ഫോട്ടോകളുണ്ട്. ജീവനുള്ളവരുടെ ഫോട്ടോ ഹദീസിൽ വിരോധിച്ചതാണെങ്കിൽ പിന്നെ അതിന് എന്ത് മനസ്സിലാക്കാൻ നമ്മൾ നോക്കേണ്ടത്? അസദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസബ്ബിറൂൻ എന്ന് പറഞ്ഞാൽ അഹ്യു മാ ഖലഖതും, നിങ്ങൾ ഉണ്ടാക്കിയ ജീവൻ കൊടുക്കൂ എന്നാ പറയുന്നത്. ഇതൊക്കെ ആളുകൾക്ക് ഉൾക്കൊള്ള ഒരു പ്രയാസമല്ല. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. ഞാൻ ചാവക്കാട് പരിപാടിയിൽ അരിഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ അരിഡോക്ടർ പറയാണ്, 75 കൊല്ലമായിട്ട് ഇപ്പോഴാണ് ഫോട്ടോ ആരാമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞു തരണ്ടേ? എത്ര ഫോട്ടോ ചങ്ങരംകുളം സമ്മേളനത്തിലൊക്കെ ആറാട്ടായിട്ടില്ല ഫോട്ടോന്റെ. മ്യൂസിക് ആറാമെന്ന് ഇപ്പൊ അടുത്തല്ലേ നിങ്ങൾ പറഞ്ഞു തരണ്ടേ? നമുക്ക് ആളുകൾ ഉൾക്കൊള്ളാൻ റെഡിയാണ്. മനസ്സിലായില്ലേ? പറഞ്ഞു കൊടുക്കാത്തോണ്ടാ. അപ്പൊ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ, സൂക്ഷ്മതക്ക് നല്ലത് ഒഴിവാക്കലാണെങ്കിൽ എന്തിനു പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? തർക്കിക്കാതിരിക്കല്ലേ വേണ്ടത്. ഉപയോഗിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ വെച്ച് ചോദിച്ചപ്പോ അവിടെ
വിഷയത്തിന് വന്ന പണ്ഡിതന്മാര് പറഞ്ഞ സലാം ചോദിക്കട്ടെ എന്നുള്ള രൂപത്തിലാണ്. അതിപ്പോ പറയല്ലേ? ഞാൻ ചോദിക്കണം, ഞാൻ ചോദിക്കാതിരിക്കും ഇനിയിപ്പോ അവര് പറയേണ്ടതില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന അനാവശ്യമാണെന്നാണ് അവർ പറയുന്നത്. എന്തിനാ ചോദിക്കും? എന്താ ചോദ്യത്തിന്റെ ആവശ്യം? അവർക്ക് കൊടുത്ത സാഹചര്യം അറിയുമെന്നാണ്. എല്ലാരും കൂടി ചോദിച്ചില്ലെങ്കിലാ പ്രശ്നം. ഇനി ഞാൻ ചോദിച്ചു വന്നാൽ എന്താ പറയാ, അത് അങ്ങനെയല്ല ചോദിക്കേണ്ടിയിരുന്നത്, ആ ചോദ്യത്തിന്റെ കുഴപ്പമാണ്, അങ്ങനെ ഉത്തരം കിട്ടിയെന്നൊക്കെ പറയും. നീ എഴുതി വെച്ചോ, ഇപ്പൊ ഈ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ ഒറ്റയ്ക്ക് ചോദ്യം ചോദിച്ചു മറുപടിയും കൊണ്ടുവന്ന അടുത്ത എന്തായിരിക്കും? അത് ചോദ്യത്തിന്റെ കുഴപ്പമാണ്, അങ്ങനെയല്ല ചോദിക്കേണ്ടിയതാണ്. അതിനാ ഞാൻ പറഞ്ഞ ഒന്നിച്ച് ചോദിക്കുകയാണ്. ഒരാൾ ചോദിച്ചാലും ഒന്നിച്ച് ചോദിച്ചാലും ഒരാൾ ചോദ്യം കൊണ്ടാണ് പോണം. ഞാനിപ്പോ ചോദിച്ചു ചെയ്ത് മറുപടി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോണിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് പലരോട്. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഞാൻ പോകേണ്ട ഒരു പണ്ഡിതനെ കാണാൻ ഇൻഷാ അല്ലാഹ്. ഏറ്റവും നല്ല ഹൈറായ സമ്പാദ്യം 5 ദിവസത്തിന് വേണ്ടി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയത്തക്കാരെന്ന് വിളിച്ചു. അത് ലവാബിത്തുമായി ബന്ധപ്പെട്ട വിഷയം ഹിസ്റ്ററിയിൽ തന്നെ വായിച്ചിട്ട് അതിന് എതിരാണ് ഇത് ചർച്ച പറഞ്ഞിട്ടില്ല. പിന്നെ ലവാബിത്ത് ഞാൻ വായിച്ച പുസ്തകം അത് സമ്മേളനം ചോദിച്ചിട്ട് ആൾക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അതായത് ഞാൻ വായിച്ച പുസ്തകം ജംഉൽ അദില്ല അലാ അന്നൽ ജംഇയ്യാത്ത് മിനൽ ഫിതനിൽ മുദില്ല, സംഘടനകൾ വഴിപഴപ്പിക്കുന്ന ഫിതനകളാണ് എന്നതിന്റെ തെളിവുകൾ ശേഖരിച്ച പുസ്തകം. അപ്പൊ അതിലാണ് സംഘടന വേണ്ടെന്ന് സ്ഥാപിക്കുന്നത്. അപ്പൊ സംഘടനക്കാർ പറയുന്ന ഒരു ന്യായം എന്നുണ്ട്, ശുബ്ഹത്തും വജവാബുഹ. ആ ഒന്നാമത്തെ ശുബ്ഹത്താണെന്ത്? ചില പണ്ഡിതന്മാർ സംഘടന ജായിസാണെന്ന് ഫത്വ നൽകിയിട്ടുണ്ടല്ലോ എന്നാണ് സംഘടനക്കാർ പറയുന്ന ന്യായം. അതിന് മറുപടി, സംഘടന അനുവദനീയ പണ്ഡിതന്മാർ ആരും നിരുപാധികം അനുവദനീയാന്ന് പറഞ്ഞിട്ടില്ല. നിബന്ധനകളോട് മാത്രമേ ജായിസാൻ പറ്റുള്ളൂ. ആ നിബന്ധനകൾ പാലിച്ചാൽ പ്രശ്നമല്ല. പക്ഷെ നിബന്ധനകൾ പാലിക്കപ്പെടാത്താണ് ഞങ്ങളിവിടെ കാണുന്നത്. അതുകൊണ്ട് ആ സംഘടനകൾ പണ്ട് നിബന്ധനകൾ പാലിച്ച സംഘടനകൾ കൊടുത്ത ഫത്വകൾ ഇന്ന് ഉപയോഗിക്കുന്നതിന് അർത്ഥമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അതിനെ എതിർക്കുക ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ദമ്മാജിലേക്ക് പോയി, ദമ്മാജിന്റെ ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദമ്മാജി എന്ന് പറഞ്ഞത് ഷേഖ് മുഖ്ബിൽ വാദഈ പ്രവർത്തിച്ചൊരു സ്ഥലമാണ് യമനില്. അവിടെ നല്ലൊരു ദാറുൽ ഹദീസും അഹ്ലുസുന്നന്റെ നല്ല ഇൽമു കൊടുക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പൊ അവര് വിഷമിക്കാണ്. ഷിയാക്കളുമായുള്ള യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് അവർ ദമ്മാജ് എന്ന സ്ഥലം തന്നെ ഉപേക്ഷിച്ചു പോയി. കാരണം ഭരണകൂടം പറഞ്ഞു നിങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയൂല, നിങ്ങൾ ഇവിടുന്ന് പോകണം. എത്രയോ കൊല്ലമായ മർക്കസും സംഗതിയൊക്കെ വിട്ട് 2 കിലോമീറ്ററോളം സ്ഥലത്ത് മർക്കസും സ്ഥാപനമൊക്കെ വിട്ടിട്ട് അവർ പോയി. ഇപ്പോഴും അവർക്ക് ശരിയായ സ്ഥലം കിട്ടിയിട്ടില്ല. ഇപ്പൊ അവർ സന്നായിലുള്ളത്. അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മളിവിടെ അവരെ കുത്തി പറയാം. ദമ്മാജി 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 ദജ്ജാലികൾ വരെ പറയും. സുബ്ഹാനല്ലാഹ്. ഇതെന്തുകൊണ്ടാ? അഹ്ലുസുന്നനെ നമ്മള് അഹ്ലുസുന്നപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ചും ആ പ്രവർത്തകരെ കുറിച്ചും ഇങ്ങനത്തെ എന്തിനുണ്ടാക്കി? ഇത് ശരിക്കും ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നല്ലേ. 8ാം സമ്മേളനത്തില് അവസാനം മജീസലായി പറഞ്ഞെന്താ? ദമ്മാജിലേക്ക് കൊണ്ടുവന്നു, ദമ്മാജി സലഫിലേക്ക് കൊണ്ടുവന്നു. അതേ വാദപ്പോ ഇവര് ഏറ്റെടുത്തു. അന്ന് അവരെന്നെ ഇഫ്തുർ റഹ്മാനുമ കൊണ്ടുപോയി കെട്ടി, ഇവരിപ്പന്നെ സാജിദുമ കൊണ്ടുപോയി കെട്ടി. അവര് നടപടിക്രമം ഉണ്ടാക്കുന്നു, ഇവരും നടപടിക്രമം ഉണ്ടാക്കുന്നു. അവരും ഒപ്പിട്ട വർത്താനം പറഞ്ഞു, ഇവരും ഒപ്പിട്ട വർത്താനം പറഞ്ഞു. അപ്പൊ തനിച്ച ഫോക്കസ് സ്വഭാവത്തിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് സഹകരിപ്പിക്കാം. പരിപാടിയിൽ പങ്കെടുക്കാൻ സെക്രട്ടറി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ് നോക്കുമ്പോൾ വണ്ടിക്കാർ പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ വണ്ടിക്കാരെ കാണില്ല. സംഗതി എന്താ അറിയോ? പെരിന്തൽമണ്ണയിൽ പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേന്ന് എനിക്ക് ഗൂഡല്ലൂരിലാണ് പോകേണ്ടത്. ഗൂഡല്ലൂർ പോകാൻ വേണ്ടി നമ്മളെ കുഞ്ഞു മുഹമ്മദ് സലാഹി വണ്ടിയും കൊണ്ടുവന്നു. അപ്പോ സാജിദ് അതുപോലെ വേറെ 1-2 കുട്ടികൾ എന്നെ കാണാൻ നിങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്, എവിടെയുള്ളത് എന്ന് വെച്ചു. ഞാൻ ഗൂഡല്ലൂർക്ക് പോകണം. എന്നാ ഞങ്ങളത് അവിടെ നിലമ്പൂരുണ്ടെന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ കുഞ്ഞോമ്മിനോട് പറഞ്ഞു, ഏതായാലും അവരെ വണ്ടി പോകണ്ടല്ലോ, ഞങ്ങൾക്ക് വേറെ വണ്ടി ഉണ്ട്, നീ പോയിക്കോ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി. എന്നാൽ ഞാൻ നിലമ്പൂർ പോയിട്ട് അവരെ വണ്ടിക്ക് കയറിപ്പോയി. 2 വണ്ടി ഒരുമിച്ച് ഓടണ്ടായി വിചാരിച്ചിട്ട്. സംഘാടകർക്ക് ചെലവുണ്ടാക്കണ്ടല്ലോ, അവരേതായാലും വരുന്നല്ലേ. പിന്നെ അവര് ദമ്മാജ് സലഫി എന്നാണ്, അവരാരും ദമ്മാജ് പോയല്ലോ. ഈ പറഞ്ഞ സാജിദും പോയിട്ടില്ല, ആ വണ്ടിയിലുള്ള ആരും പോയിട്ടില്ല. ഇവരൊരു മുദ്ര കുത്തല്ലേ. ഇനി അങ്ങനെ ദമ്മാജിൽ പോയ ആളോ അവിടെ പഠിച്ച ആളാണെങ്കിൽ ഓരോട് മിണ്ടാൻ പാടില്ല, ഓലെ കാറ് കയറാൻ പാടില്ല എന്നൊക്കെ ഇസ്ലാമിലുണ്ട്. മടവൂരിയുടെ കാറിലാണെങ്കിലും പോയില്ല. ഇപ്പോ
ഒരു മടവൂരി വരാൻ നിങ്ങൾ പോയി നമ്മൾ ഭയ രോഗിയല്ലേ ഞാൻ ഗുഡല്ലൂരി ഞാൻ ഇറക്കി തരാറുന്ന ഞാൻ കയറൂലേ. എന്റെ കുടുംബത്തിലൊക്കെ ഉണ്ട് മടവൂരികൾ. എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ അതൊരു പറയന്നെ. മറ്റൊരു ഇബ്ദുറഹ്മാനെ കൊണ്ടേ കെട്ടിയ മാതിരി കെട്ടാൻ നോക്കുകയാണ്. എന്നെ ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് എതിർക്കാൻ ഒരു വഴിയില്ല. അപ്പൊ പിന്നെ വേറുള്ളത് പറഞ്ഞിട്ട് എതിർക്കുകയാണ്. ഇതൊന്നും ന്യായമല്ല. ഇതൊന്നും ഒരിക്കലും ഒരു ദീനീ പ്രവർത്തനത്തിന്റെ ശൈലിയല്ല ഇതൊന്നും. ആ നിൽക്കേണ്ടവർക്ക് നിൽക്കാൻ, പോകേണ്ടവർക്ക് പോകാന്നാണ് ഇത്രയും പറഞ്ഞത്. സംഘടന പോലെ പോക്കറ്റിലാണ് അല്ലേ? ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ, എല്ലാം ആയി കഴിഞ്ഞല്ലോ. മഞ്ചേരി വിശദീകരണം തുടങ്ങിയ കൊല്ലം തികയണമെന്ന് എന്നോട് പറഞ്ഞത്. ജക്കരിയാക്കൽ സെലഫിയത്ത് കെട്ടിപ്പറക്കാൻ ജക്കരിയ വേറെ പോയിക്കോ പറഞ്ഞു. പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ സെറ്റപ്പ് കൊണ്ട് ക്ലിയർ ആണ്. പിന്നെ മലപ്പുറം പ്രോഫ്കോണും വയനാടും ഒക്കെ കണ്ടപ്പോ തോന്നി ഓ റെഡി ആയിപ്പോയി, ഇനിയിപ്പോ ഒരാരെയും ആവശ്യമില്ല, പോണവര് പോട്ടെ. ഇനിയിപ്പോ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചിട്ട് സംഘടനയിൽ നിന്നിട്ട് പ്രവർത്തിക്കണമെന്ന് ഫത്വ കിട്ടണമെങ്കിൽ അതിൽ പൂർണ്ണമായിട്ട് സംതൃപ്തരാണ്. ഈ ഷർത്തത്തെ സംഘടനയാണെങ്കിൽ നിൽക്കും, അല്ലെങ്കിൽ അല്ല പണ്ഡിതന്മാര് തരുന്ന ഫത്വ. അതെ, പണ്ഡിതന്മാര് വരുന്ന ഫത്വ ഷർത്തത്തെ സംഘടനയിൽ പ്രവർത്തിക്കാന്നല്ലേ. ആ ഫത്വക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും ഇൻഷാ അല്ലാഹ്. പ്രവർത്തിക്കണ്ടേ? ഞാൻ പ്രവർത്തിച്ചാൽ സ്വീകരിക്കൂലെന്ന് മാത്രം. ഇല്ല, നമ്മൾ ഭിന്നിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. നമ്മള് രണ്ടു ഭാഗത്തും പഠനങ്ങൾ കേട്ടോളൂ, പഠിച്ചോളൂ, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഒരു പ്രശ്നമല്ല. നമ്മൾ ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചില ദീനി വിഷയങ്ങൾ പറഞ്ഞു, ഇതിൽ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അത്ര തന്നെ. ഇപ്പോ ഈ പരിപാടി പങ്കെടുക്കാൻ പാടില്ല എന്ന് മെസ്സേജ് അയച്ചു. എന്തടിസ്ഥാനത്തിലാണ്? എന്റെ അഖീദക്ക് പിഴവില്ല, എന്റെ മൻഹജിൽ കുഴപ്പമില്ല എന്ന് പറയുകയും എന്റെ പരിപാടി പങ്കെടുക്കാൻ പാടില്ല, അതാണ് തനിച്ച ഹിസ്ബിയത്ത്. അത് തനിച്ച ഹിസ്ബിയത്താണ്, അത് പാടില്ല. ഇല്ലല്ല, ഇല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അവരോട് സഹകരിക്കാമെങ്കിൽ അവരോട് സഹകരിച്ചോട്ടെ. അവരെത്ര കണ്ട് സെലഫിയത്ത് കൊണ്ടുവരാൻ കഴിയും അത്ര കണ്ട് കൊണ്ടുവരട്ടെ. നല്ല കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരോട് സഹകരിക്കാം. അവരാണ് അഹ്ലുസുന്നത്തിനോട് അടുത്ത് നിൽക്കുന്ന കൂട്ടായ്മ, യാതൊരു സംശയമല്ല. അഖറബു ഇലൽ ഹഖ് അവരാണ് ഉള്ളത്. നിലവിലുള്ള സംഘങ്ങളിൽ സത്യത്തോടെ ഏറ്റവും അടുത്ത സംഘം അവരെന്നെ, യാതൊരു സംശയമല്ല. റൌഫ് നദവി പോയത്തക്കാരൻ പറഞ്ഞ യഥാർത്ഥത്തില് 5-6 ദിവസത്തോളം രാവിലെ 5 മണി മുതൽ വൈകുന്നേരം, രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി, നമുക്ക് ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഹോട്ടൽ വാടക എടുത്തു. ഭക്ഷണവും ഹോട്ടലിലെ വാടകയൊക്കെ 55,000 റുപ്യ ഉണ്ട്. അത് ഞാനപ്പോ എന്നോട് പറഞ്ഞ പൈസ ഉണ്ടോ, ഞാനൊരു സഹോദരനെ ഫോൺ ചെയ്തു, അതേ പൈസ. പക്ഷെ ആ ചർച്ചയുടെ രേഖകളൊക്കെ ഇവർ പൂഴ്ത്തി കണ്ടു. നമ്മുടെ മൻഹജ് തയ്യാറാക്കുന്നതിൽ ജമിയത്ത് ഹിയാത്തുറാഫിന്റെ ഈ മൻഹജും ആ 7 ദിവസത്തെ ചർച്ചയുടെ നോട്ടുകളും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിലവർക്ക് ആത്മാർത്ഥത അല്ല എന്നതിന്റെ തെളിവാണ് തൊട്ടതിന്റെ തുടർ ചർച്ച ഉണ്ടായില്ല. തുടർ ചർച്ച അവർ ഒഴിവാക്കി, ഇതുവരെ ഉണ്ടായില്ല. അപ്പോ നമ്മളൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ വിളിച്ചു പറയുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നത്, പൈസ തരുന്നത് അല്ലേ? നമ്മളൊക്കെ നമ്മൾ ഈ സ്വഭാവമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൈസ തരുന്നത് ഒരു പോയത്തക്കാരായി എന്നല്ലാതെ വേറെന്താ അല്ലേ? അതേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പണികളൊന്നും വിശദീകരിച്ചാൽ അത് ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം. ഞാൻ അദ്ദേഹത്തിന് വിഷയം പറഞ്ഞാൽ മനസ്സിലാവും. സലായി പറഞ്ഞതിന്റെ മറുപടി, പോയത്തക്കാരൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെന്തിനാ ആൾക്കാരോട് പൈസ വാങ്ങുന്നത്, അവരെന്തിനാ നമുക്ക് പൈസ തരുന്നത്? നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല ഹൈറായ കാര്യമാണ്. ഇത് പരലോകത്ത് കൂലി കിട്ടും. മൗലവിമാർക്കാണല്ലേ കൊടുക്കുന്നത്, മൗലവിമാരുടെ കയ്യില്. അപ്പൊ നല്ല ആവശ്യത്തിന് ഉപയോഗിക്കും എന്ന് ധരിച്ചുകൊണ്ടാണ് ആളുകൾ നമുക്ക് പൈസ തരുന്നത്. ഇയാള് 55,000 റുപ്യ തന്നു എന്തിനാ? 5-6 ദിവസം സലായി സൂചിപ്പിച്ചതുപോലെ രാവിലെ 7 മുതൽ വൈകുന്നേരം 4 മണി ഇരുന്ന ദിവസമുണ്ട്, 5 മണി ഇരുന്ന ദിവസമുണ്ട്. അത്രയും സമയം 10-40ഓളം ആളുകൾ ഏകദേശം ഓരോരുത്തരും 60 മണിക്കൂർ ഇരിക്കാൻ മാത്രം ചെലവാക്കി. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് വേറെ. അപ്പൊ ഓരോരുത്തരുടെയും 60 മണിക്കൂർ, അങ്ങനെ 40 ആൾക്കാരുടെ സമയം ചെലവാക്കി. 40ഓളം ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്രയും ആൾക്കാർ സമയം ചെലവാക്കി. എന്തിനാ? ഈ പറഞ്ഞ നമ്മുടെ നയരൂപീകരണ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാകണം. ഇപ്പൊ സലായി പറഞ്ഞ സംഘടന സെറ്റപ്പിൽ വരുത്തേണ്ട മാറ്റമൊക്കെ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. MGM വേണോ വേണ്ടേ, യൂണിറ്റ് മതി, കൂടിയാൽ മണ്ഡലം വരെ മതി, അന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായം. അവിടെ അങ്ങോട്ട് MGM വേണ്ട. ഇങ്ങനത്തെ പലജാതി ചർച്ചകളും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് അതിന്റെ 2ാം ഘട്ടം നടത്തണം, എത്രയും പെട്ടെന്ന് നടത്തണം. ഇത് ഏപ്രിൽ അല്ലേ, മെയ്, ഏപ്രിൽ
ജൂണിന്റെ മുമ്പ് അത് പൂർത്തിയാക്കണം എന്ന് തീരുമാനിച്ചതാ പിരിയുന്നത്. ഇത് ചർച്ച സംഗ്രഹിച്ച് കരട് തയ്യാറാക്കി അത് അതിന്റെ ഫൈനൽ രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2ാം ഘട്ട ചർച്ചയ്ക്ക് ഇരിക്കണം. പിന്നെ ചർച്ച ഉണ്ടായില്ല, പിന്നെ ഇരുത്തം ഉണ്ടായില്ല. അപ്പൊ ഈ തന്ന ആള് എന്തിനാ പൈസ തന്നത്? ഇത് നല്ലൊരു കാര്യമാണല്ലോ, ഈ പണ്ഡിതന്മാർക്ക് ഇരിക്കുന്ന നമ്മുടെ ഭാവി പ്രവർത്തനത്തിന്റെ രൂപരേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സാധു പൈസ തന്നത്. ആ സാധു മനുഷ്യന്റെ ഉദ്ദേശം എന്ത് ചെയ്തു? ഇവര് കൊട്ടയ്ക്ക് അടിച്ചു. അതേ ഞാൻ പറഞ്ഞത്, ഈ പോയത്തക്കാരൻ പൈസ തന്നെ അയാള് പോയത്തക്കാരനായി ആക്കിയപ്പോൾ അപ്പം പിന്നെ ഒരാളെ ഇലാഹാണ് എന്ന് ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിൽ ആരാധിച്ചാലും അയാൾ ഇലാഹായി പറഞ്ഞ മാതിരി നമ്മൾ അയാളെ എന്ത് ചെയ്തു? നമ്മൾ പോയത്തക്കാരനാക്കി. അയാളെ തന്ന പൈസ ഉദ്ദേശ രീതിയിൽ എത്തിച്ചില്ല. പിന്നെ ആ ചർച്ചയെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടത് എന്തിനായിരുന്നു ഇപ്പൊ സംഘടന വേണ്ടെന്നാണ് എനിക്ക് അഭിപ്രായമെങ്കിൽ ഈ ചർച്ചക്ക് ഞാൻ മുന്നിൽ നിൽക്കുമോ? ഞാൻ 77 കിലോമീറ്റർ ദൂരമാണ് കോഴിക്കോട്ട് നിന്ന്. രാവിലെ അവിടെ എത്ര കഷ്ടപ്പെട്ടുണ്ടാവും 7 മണിക്ക് എത്താൻ. അത് ആലോചിച്ച് നോക്കണം. അങ്ങനെ വന്ന് എന്താണ് ചർച്ചന്റെ ലക്ഷ്യം? എന്താ? നിലവിലുള്ള സംഘടനാ സെറ്റപ്പിന്റെ ദൂഷ്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സംഘടനയുടെ നന്മകളൊക്കെ നമുക്ക് ലഭിക്കുകയും വേണം. ഇനി സംഘടന ഇല്ലാത്ത സ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അതും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ 3 പോയിന്റിൽ നിന്നിട്ടാണ് അന്ന് ചർച്ച. അപ്പൊ ആ ചർച്ച വെളിച്ചം കാണാതെ പോയി ഇറങ്ങുന്നത് വലിയ ഗുരുതരം തന്നെയല്ലേ? അതിന് ഇദ്ദേഹത്തെ റൌഫ് നദ്വി, ഷമീർ മദീനി, ഹംസ മദീനി ഇവരെ 3ആളെയാണ് നമ്മൾ അറബിയിലൊരു മൻഹജ് നമ്മുടെ നിലപാടുകൾ എഴുതി തയ്യാറാക്കി സലഫി ഉലമാക്കൾക്ക് സമർപ്പിക്കാൻ ഏൽപ്പിച്ചത്. അതിന് ഇയാൾ ഖുറാത്തിന്റെ ഈ പുസ്തകവും അവരുടെ മൻഹജിന്റെ പുസ്തകവും ഈ ചർച്ചകളുടെ കരടുമാണ് ഉപയോഗിക്കേണ്ടത്. ആ പുസ്തകം കൊടുത്തില്ല. പലവട്ടം ചോദിച്ചു, യോഗത്തിൽ ചോദിച്ചു, സുഹൈർ മോലി അവിടുന്ന് വിളിച്ചു, ഫൈസൽ മുസ്ലിയാർ വിളിച്ചു. അവസാനത്തെ മാസത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തി. ഷമീർ മദീനിക്ക് വീട്ടിൽ നിന്ന് പ്രശ്നം ഉള്ളതുകൊണ്ട് എന്നെ ഉൾപ്പെടുത്തി. അപ്പൊ ഒരു നോട്ട് എന്റെ കയ്യിലുള്ളത്. ഞങ്ങള് ആണ് ഒരു 8ാമത്തെ ഗ്രൂപ്പ്. ഞങ്ങളാണ് 100ഓളം വിഷയങ്ങൾ 8 ഗ്രൂപ്പായി ചേർന്ന് ചർച്ച ചെയ്താ. അപ്പൊ ആ എന്റെ തന്നെയാണ് നോട്ട്. ബാക്കിയുള്ള നോട്ട് തരാൻ പറഞ്ഞു. തരാന്ന് തന്നില്ല. ഞാൻ പിന്നെ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ ക്രോഡീകരിക്കണം, നിങ്ങൾ തന്നാ മതി. അപ്പൊ അത് പൂഴ്ത്തി കളഞ്ഞത് യഥാർത്ഥത്തിൽ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ആ അഭിപ്രായങ്ങൾ തന്നെയാണല്ലോ. അഭിപ്രായം ക്രോഡീകരിക്കേണ്ട ആവശ്യമില്ല. 5 ഗ്രൂപ്പ് കരട് ഇറക്കിയിട്ടുണ്ട്. 5 ഗ്രൂപ്പ് തന്നെ ചർച്ച ചെയ്തിട്ട് അവർ തന്നെ പ്രത്യേകമായിട്ട് ചില നിർദ്ദേശങ്ങളും മറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ 4-5 ആളുണ്ട്. ഇപ്പം പറയണത് സക്കരിയ സലായി കത്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് കത്ത് കൊടുത്തല്ലോ സലായി. ആ കത്ത് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഈ കരട് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് പച്ചമായ പറഞ്ഞത്. കാരണം അതിന്റെ മുമ്പാണ് നവംബർ 2-നാണ് മീറ്റിംഗിൽ സക്കരിയ സലായി കൂടി സമിതിയിൽ ഉൾപ്പെടുത്തുന്നത്. നവംബർ 9-നാണ് ഞാൻ ഇയാളെ വിട്ടു പോണത്. നവംബർ 18-നാണ് ഇയാൾ കത്ത് കൊടുക്കുന്നത്. ഏതാ മുന്നിൽ എന്നിട്ട് ഇപ്പം പ്രസംഗിച്ചെടുക്കാണ്. ഇതിന് ശേഷമാണ് പിന്നെ സുഹൈർ ഷംഖത്ര യോഗത്തിൽ എന്താണ് അത്താണിക്കലിലെ തങ്ങളെ വീട്ടിൽ താഴെ റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്റെ നേരെ അപ്പുറത്ത സുഹൈർ മോലി ഇരിക്കുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ സുഹൈർ മോലി ഫോൺ എടുത്ത് വിളിച്ചു. ഫൈസൽ മുസ്ലിയാർ അതേ ഫോണിൽ CP സലീമിൽ സംസാരിച്ചു. ആ റൂമിൽ യോഗത്തിൽ വെച്ചിട്ടാ. ഇപ്പം എവിടെ സ്ഥലത്ത് പറഞ്ഞു കേട്ട് മീറ്റിംഗിൽ ആ വിഷയം പറഞ്ഞിട്ടില്ല, ചായക്കടയിൽ നിന്നാണ് ഫോൺ ചെയ്തത്. ഇങ്ങനെ നോളവനോട് പിന്നെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങനെ നോളവനോട് ഒരു മറുപടി ഇല്ല. പരലോകം ഉണ്ടല്ലോ, മറുപടി പറഞ്ഞാൽ പരലോകം എന്ന ഏർപ്പാട് പരിപാടി ഉണ്ടല്ലോ, അതിനെ മറുപടി. ഇദ്ദേഹം ഫൈസൽ മുസ്ലിയാരോട് പലവട്ടം പറഞ്ഞു അത് കിട്ടണോ. യോഗത്തിൽ ഇദ്ദേഹം പലവട്ടം ഉന്നയിച്ചു. അപ്പൊ യോഗത്തിൽ തന്നെ വിളിച്ചു. പിന്നെ എന്റെ വീട്ടിൽ വന്നു. സലീമോട് അടുത്താണ്, വേഗം കിട്ടുമല്ലോ വിചാരിച്ചിട്ട്. ഇയാളും ബഷീർ സലീമോട് കാത്തിരുന്നു. തലേന്ന് വിളിച്ചാൽ പറയട്ടെ, ഞാൻ നാളെ നോക്കാം. പിന്നെ ഫോൺ എടുക്കില്ല. ഞാൻ മെസ്സേജ് അയച്ചു, ഓഫീസർ തിരിച്ചയച്ചു. അവസാനം കിട്ടിയില്ല. പിന്നെ അവൻ തീരുമാനിച്ചു വേണ്ട. ഒരു ചോദ്യം കൂടി ഉണ്ട്. മഹറമില്ലാതെ ഹജ്ജിന് പോയാൽ ഹജ്ജ് സ്വീകരിക്കുമോ? ഹജ്ജ് സ്വീകരിക്കൂല എന്ന് പറയാൻ പറ്റൂല, പക്ഷെ അതിന്റെ കുറ്റം ഉണ്ടാവും. ഒരു നിയമം ലംഘിച്ചതിന്റെ കുറ്റം ഉണ്ടാവും. ഏതായിരുന്നാലും 9:40 ആയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പൊ ഏറ്റവും സത്യത്തോടെ അടുത്ത് നിൽക്കുന്നത് ഈ സംഘടന ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു വിരോധമല്ല. നിങ്ങള് ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പാലിപ്പിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലീയത്തിലും കക്ഷിത്വത്തിലും ഒക്കെ കൊടുക്കും. നുണപ്രചരണത്തിനൊന്നും സഹായിക്കരുത്. ഏതായിരുന്നാലും നമ്മുടെ ദീന്റെ പ്രശ്നമാണിത്, പരലോകത്തിന്റെ പ്രശ്നമാണ്. അവിടെ എല്ലാവരും വിഷയങ്ങൾ കേൾക്കുക, പഠിക്കുക, അതനുസരിച്ച് കഴിയുന്നത്ര മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കക്ഷിത്വങ്ങൾക്ക് അതീതമായി നമ്മൾ
അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മെ എല്ലാവരും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.